ഹലോ മക്കളെ, ഗുഡ് ഈവനിങ് എവറി വൺ. യെസ്, അപ്പം മിസ്സ് വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ കുറേ പേരൊക്കെ വന്ന് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ചാറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ട്. ടീച്ചേഴ്സ് വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ മിസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ പേര് അമലു എന്നാണ്. ഓക്കെ, അപ്പം മിസ്സ് കുറച്ച് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ ദർശന മിസ്സ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ആ ഒരു തംബ്നെയിൽ കണ്ട പോലെ നമ്മൾ രണ്ടുപേരും തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ ഒത്തിരി പേര് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ NMMS എക്സാമിൻ്റെ ഏകദേശം അറ്റം വരെ നമ്മൾ എത്തിയല്ലേ. 21st നമ്മുടെ എക്സാം ആണ്. ഇന്ന് 19th ആയി, അതായത് നാളെയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ എക്സാം ആണ്. അപ്പോൾ നമ്മുടെ മാരത്തണൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്തിൻ്റെ കഴിഞ്ഞു, ഫിസിക്സിൻ്റെ കഴിഞ്ഞു. ഇന്നലെ ബയോളജിക്ക് വെനീസ മിസ്സും അമല മിസ്സും ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. ഓക്കെ, അപ്പോൾ നാളെ മാത്സിൻ്റെ യെസ് ഹലോ ജാൻസി, ഹലോ ഹായ്. യെസ്, അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലൈവുകളൊക്കെ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. സോ അപ്പം നമുക്ക് ഈ ഒരു ടൈം നമ്മൾ ഇത്രയും നാൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനിയുള്ള ടൈം കൊണ്ടെങ്കിലും നമ്മൾ മാക്സിമം പിടിക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയുമ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കും. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ മനസ്സിലാകും ഏത് ഏരിയയാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ. അപ്പം യാ സിത്താര, ഹലോ ഹായ് സൗരവ്, ദെൻ സെൻസ് ഓഫ് ZNX 743 ID വളരെ വായിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഹലോ ഹായ് അമൃത ബൈജു, ഹലോ എല്ലാവർക്കും ഹായ്. ദെൻ രാജലക്ഷ്മി ഗോപകുമാർ, ഹലോ ഹലോ ഹായ് ഹായ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് എങ്ങനെ വെറുതെ സമയം കളയാൻ പറ്റില്ലല്ലോ അല്ലേ. എക്സാമിങ് വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പം മിസ് അധികം വലിച്ചു നീട്ടാതെ യെസ് സുഖമാണല്ലോ, സുഖമാണ് എന്നാ ITX വലിയൊരു പേരാണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളും സുഖമായിട്ടിരിക്കുന്നതിന് മിസ് വിശ്വസിക്കുകയാണ്. ഹലോ ഹെൽന എന്നാണ്, ഹെലീന, അംന, ദെൻ ഒത്തിരി പേരുണ്ട്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും മിസ് കാണുന്നുണ്ട്. സെലക്ട് ചെയ്ത് വായിക്കുമ്പോൾ കുറേ ടൈം പോകും. എൻ്റെ ടൈമല്ല, നിങ്ങളുടെ ടൈമാണ് പോവുക അല്ലേ. അപ്പം നമുക്ക് മിസ്സുമാരുടെ കയ്യിൽ കുറേ. ഓക്കെ, ഹായ് അതിഥി, ഹലോ അംന. ഓക്കെ ഫൈൻ, യാ. അപ്പം മിസ് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ സമയം വെറുതെ പോകും. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 തൊട്ട് 2025 വരെ, അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് കെമിസ്ട്രിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പം മിസ് ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. മിസ് വന്ന് പോയതിന് ശേഷം നമ്മുടെ ദർശന മിസ് ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടെന്നിരിക്കാം, ചിലപ്പം ചില ക്വസ്റ്റ്യൻ പോലത്തെ വേറെ ക്വസ്റ്റ്യൻസും കണ്ടെന്നിരിക്കാം. അപ്പം നിങ്ങൾ അതിന് കുറച്ച് ഫോക്കസ് കൊടുത്ത് ആ ഏരിയ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇട്ടേ. ഫയർ, നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇട്ടേ. നോക്കട്ടെ എത്ര പേര് റെഡി ആണെന്ന് നോക്കട്ടെ. ഓക്കെ, സൗരവുണ്ട്, സിത്താരയുണ്ട്, ഒത്തിരി പേരുണ്ട്. മലപ്പുറത്തെ ഏതൊരു സ്കൂളുണ്ട് അല്ലേ, മലപ്പുറം MMET സ്കൂൾ. ഓക്കെ ഫൈൻ. അപ്പോൾ ഹലോ ഗൗരി, ഹലോ അംന, യാ എല്ലാവർക്കും ഹലോ. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ച് നീട്ടുന്നില്ല, നമ്മൾ ക്ലാസ് നേരെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റെഡിയാണോ? റെഡിയാണെങ്കിൽ കുറച്ച് ഫയർ ഇമോജി ഒക്കെ ഇട്ട് നമുക്ക് കത്തിക്കാം, നമുക്ക് കമൻറ്റ് ബോക്സ് കത്തിക്കാം. റെഡിയാണോ? ഓക്കെ, കത്താൻ തുടങ്ങിയിട്ടുണ്ട്. രോഹിത്ത് ഓക്കെ, രോഹിത്ത്, ഡ്രീമി, നിങ്ങളുടെ ഐഡിയ ഒക്കെ ഭയങ്കര വെറൈറ്റി ആട്ടോ. അപ്പോൾ കത്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ. യാ വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ റെഡിയാണ്, അടിപൊളി. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും തന്നെ ഞാൻ ഗവൺമെൻറ് VHSS പുല്ലന്നൂർ എന്നാണോ? ഓക്കെ, ഞാൻ വായിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ വല്ല ആയി പോയി കഴിഞ്ഞാലോ. ഓക്കെ, അപ്പോൾ പല സ്കൂളുകളിലെ കുട്ടികളുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇനി ഫ്രണ്ട്സൊക്കെ NMMS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തയ്ച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ലൈവിൽ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ഈ ഒരു ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതിന് ഷെയർ ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സ് തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു ഓൾ ഗൈസ് ആർ റെഡി ഫോർ യെസ് നമ്മുടെ PYQ സെക്ഷൻ. അപ്പം മിസ് ഇനി വലിച്ചു നീട്ടുന്നില്ല,
പുനലൂരാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പം മിസ് പതിയെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ റെഡി ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇപ്പം കാണിക്കുന്ന ആ ഒരു ആവേശം നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം മിസ് നേരെ പോയേക്കുവാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ ചാപ്റ്റർ വൈസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളപ്പം എല്ലാ ചാപ്റ്റേഴ്സും മിക്സപ്പ് ഒക്കെ ആയിട്ടായിരിക്കും കിടക്കുക. ഓക്കെ, നമ്മുടെ എക്സാമിന് അങ്ങനെയാണല്ലോ വരിക, ചാപ്റ്റർ വൈസ് ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ റെഡിയാണ്. ഓക്കെ, ഫൈൻ. യെസ്, ദെൻ വി ആർ സ്റ്റാർട്ടിങ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഫൈബർ വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. കൃത്രിമ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈബർ ഏതാണ്? ഫൈബേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ സിൽക്ക് അല്ലെങ്കിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന ഫൈബർ ഏതാണ്? ബൂണ എസ് ആണോ, ബേക്കലൈറ്റ് ആണോ, നൈലോൺ ആണോ, റയോൺ ആണോ? ലേറ്റ് ആയി പോയി എന്ന് പറയുന്നു. ലേറ്റ് ആയിട്ടുള്ള കുട്ട, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പം ലേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ആ, വെരി ഗുഡ് സിത്താര കുട്ടി, ആൻസർ പറഞ്ഞു റയോൺ. വെരി ഗുഡ്, റയോൺ ആണല്ലേ. ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 റയോൺ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ അതിനെ റയോണിന് വിളിക്കാൻ, റയോണിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് വിളിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റയോണിൽ പിടിച്ചു കഴിഞ്ഞാൽ പേര് ശ്രേയസ് എന്നാണോ? ശ്രേയസ്. ഹലോ ശ്രേയസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് റയോൺ. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. റയോണെ പിടിച്ചു നോക്കിയാൽ നമ്മുടെ സിൽക്ക് പോലെ, സിൽക്കിൻ്റെ അതേ ടെക്സ്ചറാണ്. സോ റയോണിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് വിളിക്കുക കേട്ടോ. നമ്മളതിനെ ഒരു സെമി സിന്തറ്റിക് ഫൈബറും കൂടിയാണ് റയോൺ കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അത് വേണമെങ്കിൽ വേറെ ഇത് ചോദിച്ചു തന്നിരിക്കാം. സെമി സിന്തറ്റിക് ഫൈബറും കൂടെയാണ് റയോൺ. അപ്പം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് ഏതാണെന്ന് മാത്രം ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. സെമി സിന്തറ്റിക് ഫൈബർ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാലും എൻ്റെ ആൻസർ നമ്മുടെ റയോൺ തന്നെയാണ്. സോ റയോൺ ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് റയോൺ ആണെന്ന് കേട്ടോ. ആരും തെറ്റിച്ചിട്ടില്ല. വെരി ഗുഡ്. യെസ്, ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ദ സെൽ കോമൺലി യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ്. നമുക്ക് കുറേ സെല്ലുകളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. മെർക്കുറി സെൽ, ലെക്ലാഞ്ച് സെൽ, നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയോൺ സെൽ, ഡ്രൈ സെൽ, ഇങ്ങനെ കുറേ സെല്ലുകളെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. സോ നമ്മുടെ PYQ മാരത്തൺ ആണ്, അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സസും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ ലൈവിൽ, നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ, ക്ലാസ് 8ൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞേ. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ആര് പറയും നോക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോ കേട്ടോ, ഒരു കുഴപ്പമില്ല. തെറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഏതാണ് മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്പുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? മെർക്കുറി സെല്ലാണോ, ലിഥിയം അയോൺ സെല്ലാണോ, നിക്കൽ കാഡ്മിയം സെല്ലാണോ, ഡ്രൈ സെല്ലാണോ? ഏതാണ്? ഷടപടേന്ന് പറഞ്ഞു. എനിക്ക് സംശയമുണ്ടെങ്കിലും തെറ്റിപ്പോയാലും കുഴപ്പമില്ല. മെർക്കുറി സെല്ലല്ല. യെസ്, വെരി ഗുഡ്. ലിഥിയം അയോൺ സെല്ലാണ് സിത്താര. കറക്റ്റാണ്. ഡ്രൈ സെൽസും അല്ല കേട്ടോ. ഡ്രൈ സെല്ലും അല്ല, ലിഥിയം അയോൺ സെല്ലാണ്. മെർക്കുറി സെല്ലൊക്കെ നമ്മുടെ വാച്ചിലൊക്കെ നമ്മൾ കാണുന്നത് മെർക്കുറി സെല്ല്. ഓക്കെ, അപ്പം ലിഥിയം അയോൺ സെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ലിഥിയം അയോൺ സെല്ലാണ്. ഓക്കെ, then the total number of atoms in 5 molecules of cane sugar. ഓക്കെ, താങ്ക് യു, സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കെയിൻ ഷുഗറിൽ കാണപ്പെടുന്ന, വെറുതെ അല്ല പറഞ്ഞിരിക്കുന്നത്, 5 molecules of cane sugar. 5 molecules of cane sugarനകത്ത് ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് കരിമ്പിൻ പഞ്ചസാരയുടെ 5 തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുക. അപ്പം അതറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം കെയിൻ ഷുഗറിൻ്റെ മോളിക്കുലർ ഫോർമുല അറിഞ്ഞിരിക്കണം. കെയിൻ ഷുഗറിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. എത്ര പേർക്ക് അറിയാം നോക്കട്ടെ? എത്ര പേർക്ക് അറിയാം നോക്കട്ടെ? ചാടി പറഞ്ഞോ. കെയിൻ ഷുഗറിൻ്റെ മോളിക്കുലർ ഫോർമുല അറിയാൻ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ടുകൾ എന്നിട്ട് ഇതുപോലെ എണ്ണം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞ മക്കളെ. കെയിൻ ഷുഗർ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് 5 molecules ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. എന്താ കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ? എന്താണ്
യാ നിങ്ങളുടെ ചാറ്റ്സ് ഒക്കെ മിസ് കാണുന്നുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോരുത്തരൊക്കെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഹലോ ഹായ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഹലോ 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 ഹലോ. ഓക്കെ, യാ ഫൈൻ. അപ്പോൾ ഒന്ന് പറഞ്ഞ് കെയിൻ ഷുഗറിൻ്റെ എന്താണ് കെയിൻ ഷുഗറിൻ്റെ? എല്ലാവർക്കും ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ പിന്നീടൊരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ. അതിൽ കെയിൻ ഷുഗറിൽ അവർ മോളിക്കുലർ ഫോർമുല തന്നിരുന്നു. ഓക്കെ, C12H22O11 എന്നുള്ളത്, C12H22O11 ഇതാണ് നമ്മുടെ കെയിൻ ഷുഗർ. അപ്പം മോളിക്കുലർ ഫോർമുല തരാനും തരാതിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ആകാം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടില്ലായിരുന്നു, അപ്പം നമുക്കിത് അറിഞ്ഞിരിക്കണം. C12H22O11 ഇതാണ് നമ്മുടെ കെയിൻ ഷുഗറിൻ്റെ മോളിക്കുലർ ഫോർമുല. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? കെയിൻ ഷുഗറിനകത്ത് മൊത്തം എത്ര ആറ്റം ഉണ്ടെന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ, total number of atoms in 5 molecules of cane sugar. 5 molecules of cane sugar. അപ്പം 5 molecules ഉണ്ട്. ഓക്കെ ഓക്കെ, ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു. യാ ഓക്കെ, താങ്ക് യു ജാൻസി കുട്ടി. ജാൻസി എന്നാണോ പേരെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു. യാ അപ്പം സൗരവാണോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും സിത്താര എല്ലാ ആൻസർ പറഞ്ഞു, വെരി ഗുഡ്. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കെയിൻ ഷുഗർ. അപ്പോൾ 5 മോളിക്യൂൾസ് ഓഫ് കെയിൻ ഷുഗർ ഉണ്ട്. ഓക്കെ, 5 മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ ആറ്റം കണ്ടുപിടിക്കുക? ദിസ് 5 ഇൻറ്റു ടോട്ടൽ ആറ്റം എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, 5 ഇൻറ്റു 12 പ്ലസ്, ഓക്കെ 5 ഇൻറ്റു 12 പ്ലസ് 5 ഇൻറ്റു 22 പ്ലസ് 5 ഇൻറ്റു 11. 5 into 12 plus 5 into 22 plus 5 into 11. ടോട്ടൽ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 225 എന്ന ആൻസർ കിട്ടും. 225. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 225 സിമ്പിൾ അല്ലേ? ഇപ്പോൾ 5 എന്ന് ചോദിച്ചാലും 2 എന്ന് ചോദിച്ചാലും എല്ലാം കറക്റ്റ് ആട്ടോ. സോറി, എല്ലാം കറക്റ്റ് എന്നല്ല, എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 5 മോളിക്യൂൾസ് ചോദിച്ചാൽ അപ്പോൾ ആദ്യം നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതി, ദെൻ അതിലെ ഓരോന്നിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ എല്ലാം ആഡ് ചെയ്തു. 5 into 12 plus 5 into 22 plus 5 into 11, that is 225. Option 4 is the right answer. Okay, നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞു കേട്ടോ. അമ്ന പറഞ്ഞിട്ടുണ്ട്, സൗരവ് പറഞ്ഞിട്ടുണ്ട്, സിതാര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹലോ സജീഷ്, ഹായ്. യെസ്, അപ്പോൾ എല്ലാവരും തന്നെ റൈറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് ഹാസ് സിമ്പിൾ ഗിവൺ ഫ്രം ഇറ്റ്സ് ലാറ്റിൻ നെയിം? അപ്പോൾ നമ്മൾ ഓരോ കോമ്പൗണ്ടുകൾക്ക് അല്ലെ, നമ്മുടെ പീരിയോഡിക് കോമ്പൗണ്ട് അല്ല എലമെന്റ്സ്, നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റുകൾക്കെല്ലാം ഓരോരോ സിമ്പിൾസ് ഉണ്ട് അല്ലേ. ഹൈഡ്രജന് H എന്നാണ്, ഹീലിയത്തിന് നമ്മൾ HE എന്ന് എഴുതും, ലിഥിയത്തിന് Li എന്ന് എഴുതും. അപ്പം എല്ലാത്തിനും ഓരോ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സിമ്പിൾസ് എല്ലാം ഒരു പേര് ഫുൾ എഴുതാതെ ഈ ഒരു സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ചിലതൊക്കെ അവരുടെ ലാറ്റിൻ നെയിമിൽ നിന്ന് വരിക്കുക, സിമ്പിൾ ചൂസ് ചെയ്തിരിക്കുക, ചിലത് അവരുടെ ഒറിജിനൽ നെയിമിനായിരിക്കും ചൂസ് ചെയ്തിരിക്കുക, എങ്ങനെ വേണമെങ്കിലും ആകാം. നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് അതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നും കൊടുത്തിരിക്കുന്നത്? അപ്പം ക്ലോറിൻ, സൾഫർ, പൊട്ടാസ്യം, കാൽഷ്യം. ക്ലോറിൻ്റെ സിമ്പിൾ എന്താ? ക്ലോറിൻ്റെ സിമ്പിൾ നമുക്കറിയാം, നമ്മൾ ക്ലോറിനെ Cl എന്ന് എഴുതിയിരിക്കുന്നത്, അവരുടെ ഒറിജിനൽ നെയിമിൽ നിന്ന് തന്നെയാണ് Cl എന്നുള്ള ആ ഒരു ടേം വന്നത്. ഇനി സൾഫർ നോക്കിക്കേ, സൾഫറിന് നമ്മൾ S എന്നാണ് എഴുതുക അല്ലേ. സൾഫറിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ S ആ, അവരുടെ ഒറിജിനൽ നെയിമിൽ തന്നെയാണ് ആ S വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പൊട്ടാസ്യം ഉണ്ട്, പൊട്ടാസ്യത്തിന് നമ്മൾ P എന്നാണ് എഴുതുക. പൊട്ടാസ്യം ആണ് റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നുണ്ട് കേട്ടോ, മിസ് കാണുന്നുണ്ട്. പൊട്ടാസ്യം ആണ് റൈറ്റ് ആൻസർ. പൊട്ടാസ്യത്തിൻ്റെ പേര് നമുക്കറിയാം, അവരുടെ ലാറ്റിൻ നെയിം കാലിയം എന്നാണ്. കാലിയം, KALIUM, കാലിയം. ഈ കാലിയത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ K. അപ്പോൾ K ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ പൊട്ടാസ്യത്തിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, കാൽഷ്യം ആണെന്നുണ്ടെങ്കിൽ CA എന്നാണ് അതിൻ്റെ സിമ്പിൾ. അപ്പം പൊട്ടാസ്യത്തിന് മാത്രമാണ് അവരുടെ ലാറ്റിൻ നെയിമിൽ നിന്ന് നമ്മൾ അവരുടെ സിമ്പിളിനെ അല്ലെങ്കിൽ അവരുടെ പ്രതീകത്തെ ഡിറൈവ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പൊട്ടാസ്യം തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3. വെരി ഗുഡ്. എപ്പോഴും ആൻസേഴ്സ് പറയുന്നുണ്ട്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സിത്താരക്കുട്ടി എല്ലാവരുടെയും മിസ് കാണുന്നുണ്ട്. ഇനി നമുക്കറിയാം ആസിഡ് ബേസ് സോൾട്ടുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ് അല്ലേ. അതിനകത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആസിഡ് പ്രസൻറ്റ് ഇൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നമുക്കിങ്ങനെ കുറേ പഠിക്കാനുണ്ടല്ലേ. പുളിക്കകത്ത് ടാർട്ടാറിക് ആസിഡ് ഉണ്ട്, ദെൻ നമ്മുടെ ലെമണിനകത്ത് സിട്രിക് ആസിഡ് ഉണ്ട്. ഇങ്ങനെ ഓരോന്നിലും ഓരോരോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വെരി ഗുഡ് സിത്താര.
ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? രോഹിത് പറഞ്ഞിട്ടുണ്ട്. സജീഷ് അല്ലല്ല, സിമ്പിൾ സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. സിമ്പിൾ മാലിക് ആസിഡ്. വെരി ഗുഡ്. ഓക്കെ, അസറ്റിക്, മാലിക്, ലാക്ടിക്, സിട്രിക്, യാക്ക്. വെരി ഗുഡ്. മാലിക് ആസിഡ് ആണ് ഓപ്ഷൻ 2. ഒരു നിങ്ങൾ പറഞ്ഞ പോലെ നോ ഡൗട്ട് സിമ്പിൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയാണ്, ഒരു ഡൗട്ടും അടിക്കേണ്ട കാര്യമില്ല. സിംപ്ലി നമ്മുടെ മാലിക് ആസിഡ് തന്നെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ലിക്വിഡ് നോൺ മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് നോക്കി, നിങ്ങൾ ആൻസർ പറയുന്നുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മെർക്കുറി, സൾഫർ, ബ്രോമിൻ, അയോഡിൻ. ഓക്കെ, ഇതിനകത്ത് റൂം ടെമ്പറേച്ചറിൽ സിത്താര കറക്റ്റായിട്ട് പറഞ്ഞു. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന, കണ്ടോ, ഒരാൾക്ക് തെറ്റ് പറ്റി. ഓക്കെ, ഒരാൾ തെറ്റ് പറഞ്ഞു. ആ തെറ്റ് എനിക്കും വന്നിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ലിക്വിഡ് നോൺ മെറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുക. ഓക്കെ, ലിക്വിഡ് മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മെർക്കുറിയ. മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ മെർക്കുറിയ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡ് നോൺ മെറ്റൽ ആണ്, ഒരു അലോഹമാണ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണെന്നാ, നോൺ മെറ്റൽ ഏതാണെന്നാ. മെർക്കുറി നോൺ മെറ്റൽ അല്ല, അതൊരു മെറ്റൽ ആണല്ലേ. പിന്നെ നമുക്ക് സൾഫർ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയോഡിൻ ഉണ്ട്. യെസ്, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബ്രോമിൻ ആണ് കേട്ടോ. ഓപ്ഷൻ 3 ബ്രോമിൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കുന്ന നോൺ മെറ്റൽ ബ്രോമിൻ, മെറ്റൽ മെർക്കുറി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് നമുക്കൊരു തെറ്റ് പറ്റാൻ പാടില്ല. ഓക്കെ, യെസ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്ലാസ്റ്റിക് യൂസ് ടു മേക്ക് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കിച്ചണിലൊക്കെ അടിക്ക് നല്ല അടി ഒട്ടിപ്പിടിക്കാത്ത, ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത കുക്ക്വെയർസ് ഉണ്ട്. അപ്പോൾ ആ കുക്ക്വെയർസിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒട്ടിപ്പിടിക്കാത്ത പാചക പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇതിൽ ഏതാണ്? ടെറിലിൻ ആണോ, നൈലോൺ ആണോ, പോളി അക്രിലേറ്റ് ആണോ, ടെഫ്ലോൺ ആണോ? ഓക്കെ, അപ്പം ഏതായിരിക്കും അതിൻ്റെ ആൻസർ? ഇതിൽ ഏതായിരിക്കും? നമ്മളിങ്ങനെ ഈ പരസ്യത്തിലൊക്കെ കാണാറുള്ളതാണ്. ഞാൻ പരസ്യത്തിൽ തന്നെ ഈ പേര് പലതവണ കേട്ടിട്ടുണ്ട്. ഇതിലേതാണ്? വെരി ഗുഡ്, രോഹിത എന്നാന്ന് തോന്നുന്നു അല്ലേ? വെരി ഗുഡ് രോഹിത. ആൻസർ ഈസ് ടെഫ്ലോൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. സിത്താര കുട്ടി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, ടെഫ്ലോൺ. വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അനിഷ പറഞ്ഞിട്ടുണ്ട്. ടെഫ്ലോൺ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ടെഫ്ലോൺ ആണ് കേട്ടോ. ടെറിലിൻ എന്നൊക്കെ പറഞ്ഞ പോളിസ്റ്ററിൻ്റെ വേറൊരു നെയിമാണ്. നൈലോൺ, പോളി അക്രിലേറ്റ് ഇതൊന്നുമല്ല, ടെഫ്ലോൺ ആണ്. ഓക്കെ, ബ്ലസ് കൂട്ടിയുള്ള ആ ഒരു ഐ ഡി. ഓക്കെ, കറക്റ്റാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ഐ ഡി ഒക്കെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയം പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്തു. The next one, the metal not present in the alloy alnico. അപ്പോൾ നമ്മൾ മെറ്റൽസിൻ്റെ ചാപ്റ്ററിലൊക്കെ അലോയിസിനെ പറ്റി പഠിക്കുന്നുണ്ടായിരുന്നു. അലോയി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മെറ്റലിൻ്റെ കൂടെ വേറെ ചില മെറ്റൽസിനെയോ നോൺ മെറ്റൽസിനെയോ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഹോമോജനസ് മിക്സറാണ് അലോയി എന്ന് പറയുന്നത്. അപ്പം അൾനിക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള അലോയിയാണ് അൾനിക്കോ. അൾനിക്കോ എന്ന് പറഞ്ഞാൽ അലോയിക്കകത്ത് അടങ്ങിയിട്ടില്ലാത്ത മെറ്റൽ നോട്ട് പ്രസൻറ്റ് എന്നാണ് കേട്ടോ. നോട്ട് പ്രസൻറ്റ്. അൾനിക്കോ എന്ന് പറയുന്ന അലോയിക്കകത്ത് അടങ്ങിയിട്ടില്ലാത്ത മെറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇതിലും ഞാൻ തെറ്റ് പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ തെറ്റ് നിങ്ങൾ പറയുന്നുമുണ്ട്. ഓക്കെ, ശരിയും പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ എക്സ്പ്ലനേഷൻ ചെറുതായിട്ട് പെട്ടെന്ന് പറയാം. അൾനിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പേര് നോക്കിക്കേ. അൾനിക്കോ, ALNICO. അൾനിക്കോ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ ഒരു അലോയിയാ. അയൺ, നമ്മുടെ അയണില്ലേ, ഇരുമ്പ്, അയണിൻ്റെ ഒരു അലോയിയാണ് അൾനിക്കോ എന്ന് പറഞ്ഞത്. അപ്പം അൾനിക്കോയ്ക്കകത്ത് ഉറപ്പായിട്ടും അയൺ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയണിൻ്റെ അലോയിയ. ഇനി അൾനിക്കോയുടെ AL മീൻസ് അലൂമിനിയം. ഈ AL എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലൂമിനിയമാണ്. ഇനി NI ഉണ്ടല്ലോ, NI മീൻസ് നിക്കൽ, അലൂമിനിയം, നിക്കൽ. ഇനി ഈ CO എന്ന് പറഞ്ഞാൽ കോപ്പർ ആണോ? CO കോപ്പർ ആണോ?
CO കോപ്പർ ആണ്, നിങ്ങൾ ഓർക്കും CO കോപ്പർ അല്ല, അത് കൊബാൾട്ട് ആണ് കേട്ടോ. ഈ CO എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് ആണ്, അലൂമിനിയം നിക്കൽ കൊബാൾട്ട്. ഇവരുടെ എല്ലാം ഫസ്റ്റ് വേർഡുകൾ ഉപയോഗിച്ചിട്ടാണ് അൾനിക്കോ നമ്മൾ പറയുന്നത്. അയണിൻ്റെ അലോയ് ആണ്. അപ്പം അൾനിക്കോയ്ക്കകത്ത് അയൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. അപ്പം അതിനകത്ത് ഇല്ലാത്ത ആൾ ആരാ? ഇപ്പം എല്ലാവർക്കും കത്തിയിട്ടുണ്ട്. യെസ്, കോപ്പർ ആണല്ലേ. കോപ്പർ ആണ് അതിനകത്ത് ഇല്ലാത്ത ഒരു മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അൾനിക്കോ എന്ന് പറയുന്ന അലോയിക്കകത്ത്, വെരി ഗുഡ്. അൾനിക്കോ എന്ന് പറയുന്ന അലോയിക്കകത്ത് ഇല്ലാത്ത മെറ്റൽ എന്ന് പറഞ്ഞാൽ അത് കോപ്പർ ആണ്. അയണിൻ്റെ അലോയ് ആണ്, സോ ഉറപ്പായിട്ടും അയൺ ഉണ്ട്. പിന്നെ അൾനിക്കോ ഈ പേരിൽ തന്നെ കിട്ടും, അലൂമിനിയം നിക്കൽ കൊബാൾട്ട്. CO കാണുമ്പം കോപ്പർ എന്ന് ചിന്തിക്കാൻ പോകല്ലേ. കോപ്പർ നമുക്കറിയാലോ, CU എന്നല്ലേ നമ്മൾ എഴുതാറ്, CO എന്നല്ലല്ലോ എഴുതുക. അപ്പം ഇത് CO എന്ന് പറഞ്ഞാൽ കോപ്പർ അല്ല, കൊബാൾട്ട് ആണ് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഓക്കെ. അപ്പം വെരി ഗുഡ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കോപ്പർ എന്നാണ്. നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി സന്തോഷം കേട്ടോ, കൊള്ളാം. അപ്പം നിങ്ങൾ പഠിച്ച് നല്ല റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നെന്ന് മിസ്സിന് തോന്നുന്നു. ഫൈൻ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the gas produced when eggshell react with the dilute sulfuric acid. നമ്മുടെ മുട്ടത്തോട്, ഓക്കെ, മുട്ടത്തോട് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്കെ ഫൈൻ സിത്താര. അപ്പോൾ നമ്മൾ എഗ്ഷെല്ലും ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഗ്യാസ് അതേതാണ്? ഓക്കെ, എന്താണ് സൗരവേ, എന്ത് പറ്റി? സജിത അല്ലേ? സജിതയല്ലേ? മിസ് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ സജിതയല്ലേ? ഹലോ സജിത കുട്ടി. ഓക്കെ, നോക്ക്, എഗ്ഷെല്ലും ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡും. വെരി ഗുഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ കറക്റ്റ് ആരും തെറ്റിച്ചിട്ടില്ല കേട്ടോ. നൈസി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റായിട്ട് എന്നെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ്. എഗ്ഷെൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആണ്, CaCO3, നമ്മുടെ കാക്കോ3 അല്ലേ? കാക്കോ3 നമ്മൾ പറയും. ഇപ്പോൾ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ എഗ്ഷെല്ലിനകത്തുള്ളത്. കാൽഷ്യം കാർബണേറ്റ് ആരുമായിട്ട് മിക്സപ്പ് ആവുന്നത്? സൾഫ്യൂരിക് ആസിഡ് ആയിട്ടല്ലേ? ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആയിട്ടാണ് മിക്സ് ചെയ്യുക. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാവുന്നുണ്ട്, CaSO4 ഉണ്ടാവുന്നുണ്ട്, ഇനി ഇവിടെ ആരോ ഉള്ളേ? CO2 ഉണ്ടാവുന്നുണ്ട്, H2O ഉണ്ടാവുന്നുണ്ട്. കണ്ടോ? നമുക്കപ്പോൾ ഇവനെയാണ് വേണ്ടത് അല്ലേ? ഇവനാണ് നമ്മൾ ഉദ്ദേശിച്ച വാതകം, കാർബൺ ഡൈ ഓക്സൈഡ്, CO2 അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റാണ്, CO2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കാർബൺ ഡൈ ഓക്സൈഡ്. വെരി ഗുഡ്. ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഡിയം ഈസ് യൂഷ്വലി കെപ്റ്റ് ഇൻ കെറോസിൻ. ദ റീസൺ ഈസ്, നമ്മൾ സോഡിയം അല്ലേ, സോഡിയം എന്ന് പറയുന്ന സാധാരണ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുക. കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? നമ്മളൊരു നോർമൽ കുപ്പിക്കകത്തോ അല്ലെങ്കിൽ പുറത്തെടുത്തൊന്നും വെക്കാറില്ല, മണ്ണെണ്ണയിലാണ് സോഡിയം സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ്? ടു റിമൂവ് ഇംപ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ നീക്കാൻ, ടു ഇൻക്രീസ് ഹാർഡ്നെസ്, കാഠിന്യം കൂട്ടാൻ, ടു അവോയ്ഡ് മെൽറ്റിംഗ്, ഉരുകുന്നത് ഒഴിവാക്കാൻ, ദെൻ ടു അവോയ്ഡ് റിയാക്ഷൻ വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ, വായു, ഈർപ്പം എന്നിവയുമായുള്ള രാസപ്രവർത്തനം ഒഴിവാക്കാൻ. എന്തിനാണ്? അത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എല്ലാം ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലേ? സോ അവരെയെല്ലാം നമ്മൾ കെറോസിനിലാണ് സൂക്ഷിക്കുക. വെരി ഗുഡ്. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അതെല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു. ഈ സോഡിയം റിലേറ്റ് ചെയ്ത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോക്കണം. റിയാക്ടിവിറ്റി സീരീസ് നോട്ട് ചെയ്തോണേ. ഓക്കെ, സോ മിസ് കുറച്ച് സ്പീഡിൽ പറയാൻ പോവാണ്, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഐസോബാർസ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഐസോബാറുകൾ ഏതാണ്? ഐസോബാർ നമുക്കറിയാം, ഐസോടോപ്പ് പഠിച്ചിട്ടുണ്ട്, ഐസോബാർ ഉണ്ട്, ഐസോട്ടോൺ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോബാർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരുടെ മാസ് നമ്പർ സെയിം ആയിരിക്കും അല്ലേ? മാസ് നമ്പർ സെയിം ആയിരിക്കും, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവരാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുക. ഐസോബാറുകളെ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലേ? ഐസോബാറിനെ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. മാസ് നമ്പർ സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പറുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്ഷനകത്ത് ഏതാണ് ഐസോബാർ എന്ന് പറയുന്നത്? നബീൽ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലാത്തവർ നോട്ട് ചെയ്തു. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പറുകൾ സെയിം ആയിരിക്കും, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മാസ് നമ്പറുകളാണ് നമ്മൾ എലമെൻറ്റിൻ്റെ മേളിൽ എഴുതുക, ആറ്റോമിക് നമ്പർ നമ്മൾ താഴെ എഴുതുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. നോക്കിക്കേ, ഓപ്ഷൻ 3 കണ്ടോ, ഇവിടെയും 40 ഇവിടെയും 40 സെയിം മാസ് നമ്പറാ. ഇത് 20 ഇത് 18. ഡിഫറെൻ്റ് എലമെൻറ്റുകളായിരിക്കും എപ്പോഴും ഐസോബാറുകൾ, കാര്യം ആറ്റമിക് നമ്പർ ഡിഫറെൻ്റ് അല്ലേ, അപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റുകളായിരിക്കും. ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ, അപ്പോൾ ഡിഫറെൻ്റ് ആറ്റമിക് നമ്പർ ഓൾറെഡി വരുമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസോബാർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഐസോബാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒളിയം ഈസ് പ്രിപ്പയർഡ് ബൈ. ഒളിയം എന്ന് പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒളിയം എന്ന് പറഞ്ഞ് നമുക്കറിയാം നമ്മുടെ സൾഫ്യൂറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കാണുന്ന ആളാണ് ഒളിയം. H2S2O7 അതാണ് ഒളിയം എന്ന് പറഞ്ഞാൽ കേട്ടോ. H2S2O7 അതാണ് ഒളിയം. H2S2O7. ഒളിയം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക? നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകളിലാണ് ഈ ഒളിയത്തിലെ കാണുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോ, ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ സൾഫർ ഉണ്ട്. ഓക്കെ, സൾഫർ ആദ്യം സൾഫർ ഡയോക്സൈഡ് ആകും, SO2 ആയിട്ട് മാറും. എങ്ങനെ? എയറിൽ ബേൺ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും, SO3. വനേഡിയം, ഓക്കെ, V2O5 വനേഡിയം പെൻഡോക്സൈഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. വനേഡിയം പെൻഡോക്സൈഡ് V2O5 ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അതാ. അപ്പം ഈ SO3നെ H2SO4 ആയിട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒളിയം കിട്ടുക, H2S2O7 കിട്ടുക. ഓക്കെ, സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഒളിയം. ഓക്കെ, അതായത് നമ്മുടെ SO3 സൾഫർ ട്രയോക്സൈഡ് എന്ന് പറഞ്ഞാൽ SO3 ആണ്. അവർ H2SO4 ആയിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് H2S2O7. സോ ഇവരെയാണ് നമ്മൾ ഒളിയം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഡിസോൾവിങ് SO3 ഇൻ കോൺസെൻട്രേറ്റഡ് H2SO4. കേട്ടോ? ഓക്കെ, അപ്പം ഈ ഒരു ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കുക? സൾഫർ ആദ്യം SO2 സൾഫർ ഡയോക്സൈഡായി, പിന്നെ സൾഫർ ട്രയോക്സൈഡായി. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇടയ്ക്ക് ഒരാളെ പരിചയപ്പെടുന്നുണ്ട്, V2O5 വനേഡിയം പെൻഡോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ സഹായിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെൻഡോക്സൈഡ്, V2O5. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഒളിയം കിട്ടി. ആ ഒളിയത്തിനേക്ക് നമ്മൾ വാട്ടറിൽ ഡൈലൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഓക്കെ, ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്, സൾഫ്യൂരിക് SULPH ആണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. Yes, fine. Then moving on to the next question. Which of the following statements is correct for gaseous state? താഴെ പറയുന്നവയിൽ വാതക അവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ചെയ്ത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നത് അല്ലേ. ഓക്കെ, 6ലും 7ലും ഒക്കെ പഠിക്കുന്നതാണ് ഇതല്ലേ. അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് അല്ലേ? ചിലപ്പോൾ അത് ചോദിക്കും ഇൻകറക്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ വരച്ചിട്ടോണം കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ എന്ന്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, intermolecular forces are maximum. Molecular forces are maximum. കറക്റ്റ് ആണോ? ഗേഷ്യസ് സ്റ്റേറ്റിനകത്ത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് അവർ തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആണോ? മാക്സിമം ആണോ? അത് കറക്റ്റ് ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ തന്നെ പറഞ്ഞു പോയാൽ ശരിയാവത്തില്ലല്ലോ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് മാക്സിമം ആണോ? വെരി ഗുഡ്. ഇന്റർമോളിക്കുലർ സ്പേസ് മാക്സിമം ആണ് അല്ലേ? ഇന്റർമോളിക്കുലർ സ്പേസ് മാക്സിമം ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് മാക്സിമം അല്ല, അത് മിനിമം ആണ്. ഹൗ ഡെഫിനറ്റ് ഷേപ്പ് അത് തെറ്റാണ്, ഹൗ ഡെഫിനറ്റ് വോളിയം അതും തെറ്റാണ്. ഗേഷ്യസ് സ്റ്റേറ്റിന് ഹൗ ഇന്റർമോളിക്കുലർ സ്പേസ് മാക്സിമം ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. മലപ്പുറംകാർ ഇവിടെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നല്ലോ, കുറേ ടൈമിലുമായിട്ട് മലപ്പുറം എന്ന് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാപ്പൻസ് വെൻ മാറ്റർ അബ്സോർബ്സ് ഹീറ്റ്? ഒരു മാറ്റർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, ഒരു മാറ്റർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, ദ്രവ്യം താപം ആഗിരണം ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തൊക്കെ സംഭവിക്കും? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നോക്കിക്കോ, എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ് ആണോ? ചൂട് കിട്ടിയാൽ എനർജി കൂടുക ചെയ്യുക അല്ലേ? അപ്പോൾ അത് തെറ്റാ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമെന്ന് പറയുന്നു. അത് ശരിയാണ് അല്ലേ? കാര്യം അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുന്നുണ്ട് അല്ലേ? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കൂടും, എന്താണെങ്കിലും കൂടും. അപ്പം അത് കറക്റ്റാണ്, 2 കറക്റ്റാണ്. ദെൻ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ആണോ?
സോളിഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, പാർട്ടിക്കിൾസ് നല്ല ചേർന്നായിരിക്കുക, അവരെ ഒന്ന് കുറച്ചൊന്ന് ചൂടാക്കി വിടുമ്പോൾ കുറച്ചും കൂടെ അകലെയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുകയല്ല ഡിക്രീസ് ചെയ്യുക. മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പം 2ഉം 4ഉമാണ് കറക്റ്റ്. 2 and 4. ഓക്കെ, ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് വൺ. 2 and 4 അല്ലേ. യാ, ആരൊക്കെയാ? സൗരവ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി അല്ല കേട്ടോ, 2 and 4 കേട്ടോ. ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 and 4 അല്ലേ. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകളുടെ ചലനം കൂടുന്നു. ഈ രണ്ടെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, യാ, വെരി ഗുഡ്. The next question, which of the following reactions will give an inflammable gas? Okay, താഴെ പറയുന്നവയിൽ ഏത് രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കത്തുന്ന വാതകം ഉണ്ടാകുക? ഓക്കെ, കത്തുന്ന വാതകമായിരിക്കണം. അപ്പം കത്തുന്ന വാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും അല്ല. ഏത് വാതകമായിരിക്കും ഇവരുടെ ഉദ്ദേശിക്കുന്നത്? അതാദ്യം നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് വാതകമായിരിക്കും അവരോട് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ് ഏതായിരിക്കും? ഏതായിരിക്കും ആ ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ്? ഇതിൽ കുറേ ഓക്കെ, അതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. ഓക്കെ, ആൻസർ കറക്റ്റാണ്. അപ്പോൾ അവിടെ ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ് H2O ആണോ? H2O അല്ല. ഓക്കെ, മാറിപ്പോയതായിരിക്കും അല്ലേ. ഏതാണ്? നിങ്ങൾ പറഞ്ഞ പോലെയാണ്, ഓപ്ഷൻ 2 തന്നെയാണ് റൈറ്റ് ആൻസർ. സിങ്ക് പ്ലസ് HCl തന്നെയാണ് ആ ഗ്യാസ്. ഏതാ? വെരി ഗുഡ് സജിത. ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലേ. സിങ്ക് നമ്മുടെ ഡൈലൂട്ട് HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകും. ഇതാണ് അവിടെ ഉദ്ദേശിച്ച ആ ഇൻഫ്ലേമബിൾ ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. വെരി ഗുഡ്, ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മെത്തേഡ് ഓഫ് അസൈനിങ് സിംബൽസ് ഫോർ എലമെന്റ്സ് വർ ഡെവലപ്ഡ് ബൈ. അപ്പം എലമെന്റുകളെ, അതായത് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന രീതി ആദ്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്കെ, ആരാണ്? കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് സിത്താര മിസ് കാണുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ എലമെൻറ്റുകളെയൊക്കെ ഈ എലമെൻറ്റുകളുടെ പേരൊക്കെ എടുത്ത് എഴുതുന്ന കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് പകരം ആദ്യ കാലഘട്ടങ്ങളിൽ സിംബലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയായിരുന്നു. വെരി ഗുഡ്, ജോൺ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് സിംബലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഓപ്ഷൻ 1 അതെല്ലാവരും കറക്റ്റാക്കി. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ജോൺ ഡാൾട്ടൺ. ബർസിലസ് അല്ല, നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. ആദ്യമൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു സർക്കിള്, ഇതിലിങ്ങനെ ഷെയ്ഡഡ് ആയിട്ടുള്ള സർക്കിള്, ഇങ്ങനെയുള്ള കുറേ സിംബലുകളൊക്കെ ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഹൈഡ്രജൻ, ഇപ്പോൾ H, ഹീലിയത്തിന് HE, ഇങ്ങനെയുള്ള സിംബലുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതുപോലത്തെ സിംബലുകൾ അത് കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ, മെത്തേഡ് ഓഫ് അസൈനിങ് സിംബൽസ്. അപ്പം മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന ആ ഒരു രീതി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ആളാരെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽസ് അത് ബർസിലസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കിനും അതിലേതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് പറയണം കേട്ടോ. ജോൺ ഡാൾട്ടൺ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ് ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ് ദ ബേസിസ് ഓഫ് നെയിമിങ് ഈസ് ദർ കളർ. നമുക്കറിയാം ചില എലമെൻറ്റുകൾക്ക് ചില ഗ്രീക്ക് ഗോഡസുകളുടെ നെയിം വെച്ചിട്ടായിരിക്കും പേര് കൊടുത്തിരിക്കുക. ചില സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്നായിരിക്കും. ഇപ്പോൾ ക്യൂറിയം, ഐൻസ്റ്റീനിയം, അതൊക്കെ നമുക്കറിയാം. ഇനി ചില കൺട്രീസിൻ്റെയോ അങ്ങനെയൊക്കെ പേര് വെച്ചിട്ടും വരാറുണ്ട് അല്ലേ. ഇപ്പോൾ കാലിഫോർണിയം, അങ്ങനെയൊക്കെ കുറേ കൺട്രീസിൻ്റെ പേര്, കൺട്രീസ് അല്ലെങ്കിൽ കോണ്ടിനെൻറ്റുകളുടെ പേര് വെച്ചിട്ടൊക്കെ വരാറുണ്ട്. ദെൻ അതുപോലെ കളറുകളുടെ പേര് വെച്ചിട്ട് നമ്മൾ ചില എലമെൻറ്റുകൾക്ക് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്രോമിയം, ക്യൂറിയം, ക്ലോറിൻ, കോപ്പർ, ഇതിൽ ഏതൊക്കെയാണ്? വെരി ഗുഡ് സിത്താര. ക്രോമിയം ആൻഡ് ക്ലോറിൻ അല്ലേ. ക്രോമിയവും ക്ലോറിനുമാണ്. 1 and 3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. 1 and 3. ക്രോമിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രോം എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം കളർ എന്നാണ് കേട്ടോ. ക്രോം എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം കളർ എന്നാണ്. അപ്പം ഈ ഒരു വേർഡിൽ നിന്നുമാണ് നമുക്ക് ക്രോമിയം എന്നുള്ള പേര് കിട്ടിയത്. ഇനി ക്ലോറിനാണെന്നുണ്ടെങ്കിലും ക്ലോറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു യെല്ലോയിഷ് ഗ്രീൻ കളർ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം ആ ഒരു പേരിൽ നിന്നുമാണ് ക്ലോറിൻ എന്ന് പറഞ്ഞ നെയിം ഉണ്ടായത്. അപ്പോൾ ക്രോമിയവും ക്ലോറിനുമാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അതും എല്ലാവരും കറക്റ്റാക്കി പറഞ്ഞിട്ടുണ്ട്. സിത്താര, സജീഷ്, എന്താണ് ജുമൈൽ, ഓക്കെ, ജുമൈൽ,
ഓക്കെ, എല്ലാവരും റൈറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രോമിയവും നമ്മുടെ ക്ലോറിനുമാണ്. യെസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് ഓഫ് എൻഡോഎർജിക് റിയാക്ഷൻ? എൻഡോഎർജിക്, എൻഡോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഉള്ളിലേക്ക് എടുക്കുന്നതിനാണ് എൻഡോ എന്ന് പറയുക. എൻഡോഎർജിക് എന്ന് പറഞ്ഞാൽ എനർജീനെ ഉള്ളിലേക്ക് എടുക്കുന്ന റിയാക്ഷൻസ്. എൻഡോഎർജിക് ഊർജ ശോഷക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ കാര്യം ഇതിനകത്ത് ഏതാണ്? കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ്, താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ലൈറ്റ്, പ്രകാശം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യോർജ്ജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ. കെമിക്കൽ റിയാക്ഷൻ വിച്ച് അബ്സോർബ് ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? എന്ത് എനർജി ആയിക്കോട്ടെ, ഹീറ്റ് എനർജി ആയിക്കോട്ടെ, ലൈറ്റ് എനർജി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എനർജി ആയിക്കോട്ടെ, ഇപ്പം താപം ആയിക്കോട്ടെ, പ്രകാശം ആയിക്കോട്ടെ, വൈദ്യുതോർജ്ജം ആയിക്കോട്ടെ, ഇതിനെയെല്ലാം അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മൾ എൻഡോഎർജിക് റിയാക്ഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്, 1 ഒന്നും അല്ല കേട്ടോ. നോക്കുക, ആദ്യത്തെന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, ലൈറ്റിനെ അബ്സോർബ് ചെയ്തു, ഇലക്ട്രിക്കൽ എനർജീനെ അബ്സോർബ് ചെയ്തു. ലാസ്റ്റ് ഓപ്ഷൻ കണ്ടോ, ഈ ഹീറ്റും ലൈറ്റും ഇലക്ട്രിക്കൽ എനർജിയും എല്ലാം അബ്സോർബ് ചെയ്തു. എന്ത് എനർജിയും ആയിക്കോട്ടെ, ഒരു എനർജീനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എൻഡോഎർജിക് റിയാക്ഷൻ എന്ന് പറയുക. അത് ഏത് എനർജി ആണെങ്കിലും കറക്റ്റാണ്. അപ്പോൾ 4th ആണ് കറക്റ്റ് ആൻസർ. ഏത് എനർജി വേണമെങ്കിലും ആയിക്കോട്ടെ, എനർജീനെ നമ്മൾ അബ്സോർബ് ചെയ്യുവാണ്. എനർജീനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻഡോഎർജിക് റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റീചാർജബിൾ സെൽ? റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ ഏതാണ്? റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെൽ ഇതിനകത്ത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജ് ചെയ്യാവുന്ന സെൽ ഏതാണ്? ഡ്രൈ സെൽ, ലെക്ലാൻഷേ സെൽ, നിക്കൽ കാഡ്മിയം സെൽ, മെർക്കുറി സെൽ. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാ? കുറേ സെല്ലുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇതിനകത്ത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെൽ ഏതാണ്? ക്ലാസ് എൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് 7 to 9 ആണ് കേട്ടോ. 7 തൊട്ട് 9 വരെയാണ് നമ്മുടെ ക്ലാസ്സസ്. ഓക്കെ, അതിൽ കൂടുതൽ എടുക്കാൻ മിസ്സിന് ആഗ്രഹമുണ്ട്, ബട്ട് നിങ്ങൾക്കും ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ? ഡ്രൈ സെല്ലാണോ മക്കളെ? ഡ്രൈ സെല്ലാണോ? ഒന്നും കൂടെ നോക്കിക്കേ. ഡ്രൈ സെല്ലല്ല. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. വെരി ഗുഡ്. നിക്കൽ കാഡ്മിയം സെല്ലാണ് കേട്ടോ. നിക്കൽ കാഡ്മിയം സെല്ലാണ് എൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് റീചാർജബിൾ സെൽ, നമ്മൾ അതിനെ സെക്കൻഡറി സെൽ എന്നൊക്കെ വിളിക്കുവേ. സെക്കൻഡറി സെൽ. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡറി സെൽ ഏതാണെന്ന് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ്. നിക്കൽ കാഡ്മിയം സെല്ല് തന്നെ ആൻസർ വരും കേട്ടോ. സെക്കൻഡറി സെല്ല്. ഓക്കെ, നിക്കൽ കാഡ്മിയം സെല്ലാണ്. ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് എലമെന്റ്സ് ഹാവ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്? അപ്പം നിങ്ങൾ കുറച്ച് നേരമായിട്ട് നോട്ട് ചെയ്തോ, ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം കൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ഇനി ദർശന മിസ് വരുമ്പോഴും മിസ്സിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക, അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇതിനകത്ത് പോളി ആറ്റോമിക് ആയിട്ടുള്ള, അപ്പം നമുക്കറിയാം ഡയാറ്റോമിക് ഉണ്ട്, മോണോ ആറ്റോമിക് ഉണ്ട്, പോളി ആറ്റോമിക് ഉണ്ട് അല്ലേ? മോണോ ആറ്റോമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഹീലിയം, He, സിംപ്ലി ഒരൊറ്റ ആറ്റം മാത്രമേ കാണത്തുള്ളൂ. അവരാണ് നമ്മൾ മോണോ ആറ്റോമിക് എന്ന് പറയുക. ഇനി ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2, N2, O2 ഇതൊക്കെയാണ് ഡയാറ്റോമിക്. 2ൽ കൂടുതൽ വരുന്നവരെയാണ് നമ്മൾ പോളി ആറ്റോമിക് എന്ന് പറയുക. നിങ്ങളെല്ലാവരും വെരി ഗുഡ്. യെസ്, ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഫോസ്ഫർ ആൻഡ് സൾഫർ അല്ലേ? ഇപ്പോൾ ഫോസ്ഫർ നമുക്കറിയാം, ഫോസ്ഫർ എപ്പോഴും P4 ആൻഡ് സൾഫർ ആണെങ്കിൽ S8. ഇങ്ങനെയാണ് അവർ നിൽക്കുക. അവർ രണ്ടുപേരും പോളി ആറ്റോമിക് ആണ്. 2ൽ കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ P4S8, P ആൻഡ് S, ഫോസ്ഫറും സൾഫറും. ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽസ് ഹാവ് ദി ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ഏതിനാണ് ദ്രവണാങ്കം ഏറ്റവും കുറവ്? ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളത് നമ്മൾ മെറ്റൽസ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടതാണ്. ചില മെറ്റൽ നമ്മുടെ കൈവെള്ളയിൽ എടുത്ത് വെച്ചാൽ കയ്യിലിരുന്ന് വരെ ഉരുകുമെന്ന് നമ്മൾ പഠിച്ചു. അത്രയും മെൽറ്റിംഗ് പോയിന്റ് നമ്മുടെ കൈയുടെ ടെമ്പറേച്ചർ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇത് ഉരുകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്രയും മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള ആൾ ഇതിൽ ആരാണ്? പൊട്ടാസ്യം ആണോ, ലിഥിയം ആണോ, ഗാലിയം ആണോ, സിങ്ക് ആണോ? ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? വെരി ഗുഡ്. ആരാദ്യം പറഞ്ഞ? സിത്താര തന്നെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ സജീഷ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്.
പുതിയൊരാൾ വന്നല്ലോ, വൈറ്റ് മൂൺ. ഓക്കെ, അപ്പോൾ ഗാലിയം, വെരി ഗുഡ്. ഓപ്ഷൻ 3 ഗാലിയമാണ് നമ്മുടെ റൈറ്റ് ആൻസർ കേട്ടോ. അത് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ മെറ്റൽസിൻ്റെ ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു പോയിൻ്റാണ് ഗാലിയത്തിൻ്റെ. ഓക്കെ, അതായത് മെറ്റൽസിൻ്റെ യൂഷ്വലി നമുക്കറിയാം ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇവർ നമ്മൾ എക്സെപ്ഷണൽ കേസിൽ പഠിച്ചതായിരുന്നു. ഗാലിയമാണ് റൈറ്റ് ആൻസർ, വെരി ഗുഡ്. ദെൻ ഫോർ ആൻ എലമെൻറ്റ് വിത്ത് ആറ്റോമിക് നമ്പർ 19, ഓക്കെ, ആറ്റോമിക് നമ്പർ 19 ആണ്. The 19th electron will occupy which shell? ആറ്റോമിക സംഖ്യ 19 മൂലകത്തിൽ 19ാമത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ നമുക്കറിയാം 2 8 8 1. ഇങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക അല്ലേ, 2 8 8 1. അപ്പോൾ അല്ലാതെ 2 8 9 എഴുതുവോ, 2 8 9 എഴുതുവോ? അങ്ങനെ നമ്മൾ എഴുതില്ല, അത് തെറ്റാണല്ലേ, നമ്മളത് പഠിച്ചിട്ടുള്ളതാ. 2 8 8 1 എന്നാണ് എഴുതുക. അപ്പം നമ്മുടെ 19ാമത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ 19th ഇലക്ട്രോൺ. യാ, വെരി ഗുഡ്. അപ്പം കെ, ഈ 2 എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിലായിരിക്കും, ഈ 8 എൽ ഷെല്ലിലായിരിക്കും, ഈ 8 എം ഷെല്ലിലായിരിക്കും, ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ഇത് 19ാമത്തെ നമ്മുടെ ഇലക്ട്രോൺ, യാ വെരി ഗുഡ്, എൻ ഷെല്ലിലായിരിക്കും അല്ലേ. ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. എൻ ഷെല്ലിലായിരിക്കും ആ 19ാമത്തെ ഇലക്ട്രോൺ ഉണ്ടാവുക. വെരി ഗുഡ്. Yes, the next question. How many hydrogen atoms are present in 5 molecules of propane? നമ്മളപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മുന്നേ കണ്ടു, കെയിൻ ഷുഗർ അല്ലേ. 5 molecules of കെയിൻ ഷുഗറിനകത്ത് ടോട്ടൽ എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടു. ഏകദേശം അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കിക്കേ, പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ മോളിക്കുലർ ഫോർമുല C3H8 ആണ്. C3H8 ആണ്. C3H8 എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പെയിൻ മോളിക്യൂൾ. അങ്ങനത്തെ എത്ര പ്രൊപ്പെയിൻ മോളിക്യൂൾ ഉണ്ട്? 5 molecules ഉണ്ട്. 5 molecules ആണ്. അപ്പോൾ 5 molecules ഓഫ് പ്രൊപ്പെയിനകത്ത് ടോട്ടൽ എത്ര ആറ്റം ഉണ്ട്? നല്ല ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണേ. നമ്മുടെ കയ്യിൽ 5 molecules ഓഫ് പ്രൊപ്പെയിൻ ഉണ്ട്, അതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മതി. ഹൈഡ്രജൻ ആറ്റത്തിനെ മാത്രം മതി. നമ്മൾ കെയിൻ ഷുഗറിൻ്റെ കേസിൽ കണ്ടപ്പോൾ ടോട്ടൽ എത്ര ആറ്റം ഉണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ടോട്ടൽ വേണ്ട, 5 molecules ഓഫ് പ്രൊപ്പെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എത്ര ആറ്റം ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഒന്ന് കണ്ടുപിടിച്ചേ, ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആയപ്പോൾ കുറച്ച് പമ്മിയല്ലോ. നമ്മൾ നേരത്തെ കണ്ട പോലെയാണ്. യാ, വെരി ഗുഡ്, 40 അല്ലേ. ഹൈഡ്രജൻ നമുക്കറിയാം 8 ആണുള്ളത്. അപ്പോൾ 5 × 8 ദാറ്റ് ഈസ് 40. ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. യാ, വെരി ഗുഡ്, 40 അല്ലേ. യാ, 5 × 8 40 ആറ്റംസ് ആയിരിക്കും, 40 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ റോങ് എന്നൊക്കെ ഉള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തോളാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ശരിയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ, ടെഫ്ലോൺ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ. നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് കണ്ടതാണ് അല്ലേ. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തതോ, റയോൺ ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ, അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അടുത്ത നോക്കിക്കേ, ടെറിലിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിസ്റ്റർ. അതും ഞാൻ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണ്. ടെറിലിനും ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇത് മൂന്നും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് നോക്ക്, മെലാമിൻ ഈസ് എ തെർമോപ്ലാസ്റ്റിക്. ആണോ? മെലാമിൻ ഒരു തെർമോപ്ലാസ്റ്റിക് ആണോ? മെലാമിൻ എന്ന് പറഞ്ഞാൽ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണല്ലേ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്ഷൻ 4 ആണ്. മെലാമിൻ ഈസ് എ തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാണ് നമ്മുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇത് നേരെ തിരിച്ചും വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി which is the unhydrate of HNO3? Unhydrate of HNO3 നമ്മുടെ നൈട്രിക് ആസിഡിൻ്റെ അൺഹൈഡ്രേറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ അൺഹൈഡ്രേറ്റ് എന്ന് പറയുക. റിമൂവൽ ഓഫ് വാട്ടർ. ഓക്കെ, വാട്ടർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ല കേട്ടോ, വാട്ടർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയും. ഡീഹൈഡ്രേഷൻ അല്ല, അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ നിന്നും വാട്ടറിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ അൺഹൈഡ്രേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ആ കോമ്പൗണ്ടിലേക്ക് നമ്മൾ വാട്ടറിനെ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പഴയ കോമ്പൗണ്ട് കിട്ടും.
അപ്പം HNO3 ഓക്കെ, HNO3 നമ്മുടെ നൈട്രിക് ആസിഡിൻ്റെ അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് N2O5 ആണ് കേട്ടോ. N2O5 ആണ്. അതായത് HNO3യിലേക്ക് തിരിച്ച് നമ്മൾ വാട്ടറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, H2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ എന്ത് കിട്ടും? N2O5 കിട്ടും. ഓക്കെ, N2O5 കിട്ടും. ഞാൻ എഴുതിയിരിക്കുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്നും അല്ല കേട്ടോ, അത് നിങ്ങൾ മൈൻഡാക്കണ്ടേ, ബാലൻസ്ഡ് ഒന്നും അല്ല. അപ്പം N2O5 ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോറി തിരിഞ്ഞു പോയി, ഐ എം സോ സോറി, തിരിച്ചെഴുതണ്ടേ, ഇന്ന് റിമൂവ് ചെയ്തേണ്ടല്ലേ ഞാൻ എഴുതിയത്. അതായത് N2O5ലേക്ക് നമ്മുടെ വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ HNO3 കിട്ടും. ഓക്കെ ഓക്കെ, യെസ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിമ്പിൾ ഓഫ് എലമെൻറ്റ് ആൻറ്റിമണി. ആൻറ്റിമണി എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ സിമ്പിൾ എന്താണ്? ഭയങ്കര ഈസി ക്വസ്റ്റ്യനാണ്, ഇതെല്ലാവരും പറയുന്ന മിസ്സിന് അറിയാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആൻസർ? AG ആണോ, AR ആണോ, SB ആണോ, SN ആണോ? ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ പ്രതീകം ഏതാണ്? ആൻറ്റിമണി എന്ന് കാണുമ്പോൾ ആ ആൻറ്റിമണി AN ആണോ, ഇനി AT ആണോ, AY ആണോ? ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ചാടി പറഞ്ഞു, ഏതാണ്? യാ, വെരി ഗുഡ്, SB അല്ലേ, SB ആണ്. സ്റ്റിബിയം എന്നാണ് ഇതിൻ്റെ പേരല്ലേ, സ്റ്റിബിയം. ഇതിൽ നിന്നും എസും ബിയും ചൂസ് ചെയ്ത് SB എന്നാണ് നമ്മൾ ആൻറ്റിമണി ഡിനോട്ട് ചെയ്യുക. അപ്പം എലമെൻറ്റ് ആൻറ്റിമണിയുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ SB ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട്. ഇനി ഒരു കോമ്പൗണ്ടും എലമെൻറ്റും തമ്മിൽ തിരിച്ചറിയാൻ പറ്റണം. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഫോമാണ്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. എലമെൻറ്റുകൾ കൂടി ചേരുമ്പോഴാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക അല്ലേ. ഇപ്പം കാർബൺ എന്ന് പറഞ്ഞാൽ സിംപ്ലി അതൊരു എലമെൻ്റ് ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ അതും ഒരു എലമെൻ്റ് ആണ്. എന്നാൽ അമോണിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് NH3. അതായത് നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന്, രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റുകൾ കൂടി ചേർന്ന് ഉണ്ടായതാണ്. അവരെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുക. യാ, വെരി ഗുഡ്, അമോണിയ. ഓപ്ഷൻ 3 ആണ് ആൻസർ അല്ലേ. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl, സിംപ്ലി എലമെൻ്റ് ആണ്. അമോണിയ ആണ് ഈ തന്നിരിക്കുന്നതിനകത്ത് ഒരു സംയുക്തം, അതായത് കോമ്പൗണ്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇത് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ്, ഇനി വീണ്ടും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പല വർഷങ്ങളായിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ കെയിൻ ഷുഗറിൻ്റെ തന്നെയാണ്. നേരത്തെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത് മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് വേണ്ട. കെയിൻ ഷുഗറിനകത്ത് 2 മോളിക്യൂൾസ് ഓഫ് കെയിൻ ഷുഗറിനകത്ത് എത്ര ഓക്സിജൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2 മോളിക്യൂൾസിനകത്ത് എത്ര ഓക്സിജൻ ഉണ്ട്? 2 × 11 ദാറ്റ് ഈസ് 22. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ 2 22 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇവിടെയും നമുക്ക് റോങ് ആണ് വേണ്ടത്, തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഓൾ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഷോ ദ സെയിം പ്രോപ്പർട്ടി. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് അല്ലേ? ഒരു എലമെൻറ്റിലെ എല്ലാ ആറ്റവും ഒരു എലമെൻറ്റിനകത്തെ എല്ലാ ആറ്റത്തിനും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അത് കറക്റ്റാണ്. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. അതും ശരിയാണല്ലേ. എലമെൻറ്റ്സിനെയും കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് വിളിക്കുക അല്ലേ, ശുദ്ധ പദാർത്ഥങ്ങൾ നമ്മൾ വിളിക്കുക. ഹൈഡ്രജൻ ഈസ് എ മോണോ ആറ്റമിക് മോളിക്യൂൾ. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. അത് തെറ്റാണ്, അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡയാറ്റോമിക്കാ, H2 മോണോ ആറ്റോമിക് അല്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹൈഡ്രജൻ ഈസ് എ മോണോ ആറ്റമിക് മോളിക്യൂൾ. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 അല്ല കേട്ടോ, ഓപ്ഷൻ 4 അല്ല. ഓപ്ഷൻ 4 എങ്ങനെയാവുക നോക്കിക്കേ. ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ആർ ഡിഫറെൻറ്റ്. അതും വരുമല്ലോ, അതും വരും കേട്ടോ, അതും വരും. ഇതും കറക്റ്റായിട്ടുള്ള ആൻസറാണ് അല്ലേ. ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, സിംപ്ലി എക്സാമ്പിൾ നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. നമുക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 4 എങ്ങനെയാണ് വരിക? ഓപ്ഷൻ 3 തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഒരു ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ നൈട്രജൻ NH3 എന്ന് പറഞ്ഞു. നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട് ഇല്ലേ. 2 ഡിഫറെൻ്റ് ആറ്റംസ് ഇതിനകത്ത് വരുന്നില്ലേ. അതപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഓപ്ഷൻ 3 മാത്രമേ എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. 3 and 4 വരില്ല മക്കളെ, 3 and 4 വരില്ല. നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 4 എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1 ഉം 2 ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ 3 മാത്രം കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്തനോൾ ആൻഡ് മെത്തനോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദിയർ മിക്സർ. അപ്പം നമുക്ക് കുറേ സെപ്പറേഷൻ ടെക്നിക്സ് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? കുറേ സെപ്പറേഷൻ ടെക്നിക്സ്, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി, ഡിസ്റ്റിലേഷൻ, ഇങ്ങനെ കുറേ പഠിക്കാനുണ്ട്. അതിനകത്ത് എത്തനോളിൻ്റെയും മെത്തനോളിൻ്റെയും ഇവരെ രണ്ടുപേരെയും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? എത്തനോളും മെത്തനോളും അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണോ, സബ്ലിമേഷൻ ആണോ, ഇവാപ്പറേഷൻ ആണോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണോ? സെൻട്രിഫ്യൂഗേഷൻ, ഉത്പതനം, ബാഷ്പീകരണം, ആംശിക സ്വേദനം. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ? പെട്ടെന്ന് ചാടി പറഞ്ഞു. നമ്മുടെ ദർശന മിസ് ഇവിടെ അടുത്ത പോർഷൻ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഇവാപ്പറേഷൻ ആണോ? മെത്തനോളും എത്തനോളും ആ 4 ആണോ എന്നൊന്നും ചോദിക്കേണ്ട, 4 ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അതായത് ബോയിലിംഗ് പോയിന്റുകളുടെ ഡിഫറൻസ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആകുമ്പോൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം, ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് വളരെ സ്ലൈറ്റ് ആയിരിക്കും. ഓക്കെ, വളരെ സ്ലൈറ്റ് ഡിഫറൻസ് വരുന്ന അങ്ങനെയുള്ള മിക്സറുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. കേട്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, എലമെന്റ് ദാറ്റ് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം കളർ. ഇത് നമ്മൾ മുന്നേ ഒന്ന് കണ്ടതാണ് അല്ലേ? ക്രോമിയമാണ് എൻ്റെ ആൻസർ. സിമ്പിളാ. ദ ഗ്യാസ് പ്രൊഡ്യൂസ് ഫ്രം സിങ്ക് ഗ്രാനുൾ. ഇതും നമ്മൾ നേരത്തെ കണ്ടതാ. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് H2. ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ കണ്ടു. Then how many electrons can be accommodated in the 4th orbit of an atom? ഓക്കെ, ഒരു ആറ്റത്തിൻ്റെ 4th ഓർബിറ്റിൽ എന്ന് പറയുമ്പം KLM N, ഈ എൻഡ് ഓർബിറ്റിൽ. ഓക്കെ, നാലാമത്തെ ഓർബിറ്റിൽ നമുക്കറിയാം 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 2n² വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ 4th ഓർബിറ്റിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? എത്ര എണ്ണത്തിനെ പറ്റും? ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ 2n² ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. വെരി ഗുഡ്. 32 അല്ലേ? 32 ആണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 32. The next one, from the following select that which is applicable to solid substances alone. സോളിഡുകൾക്ക് അല്ലേ? അപ്പം ഖരപദാർത്ഥത്തിന് മാത്രം അനുയോജ്യമായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. ഖരത്തിന് മാത്രം, സോളിഡാണ് നമുക്ക് വേണ്ടത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഈസ് വെരി ലാർജ്. ആണോ? കണികകൾക്കിടയിലുള്ള അകലം വളരെ കൂടുതലാണ്. ആണോ? അല്ല, തെറ്റാണ് അല്ലേ? അത് ഗ്യാസുകൾക്കാണ്. ഇനി എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. അതും അല്ല, അതും നമ്മുടെ ഗ്യാസുകൾക്കാണ് അല്ലേ? പാർട്ടിക്കിൾസ് ഹാവ് ഗ്രേറ്റഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അതുണ്ടോ അവർക്ക്? അതും അവർക്കില്ല. ഇത് മൂന്നും ഗ്യാസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. കണികകൾ പരസ്പരം വളരെ അടുത്തിരിക്കുന്നു. വെരി ഗുഡ്. 4 അല്ലേ? അത് കറക്റ്റാണ് അല്ലേ? സോളിഡുകളിൽ നമുക്കറിയാം പാർട്ടിക്കിൾസ് എല്ലാം, കണികകളെല്ലാം വളരെ അടുത്തായിരിക്കുന്നത്. അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അവരുടെ ചലന സ്വാതന്ത്ര്യം നല്ല കുറവാണ്. അവരുടെ എനർജി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അവരുടെ ഡിസ്റ്റൻസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ദ നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ കണ്ടത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആസിഡ് പ്രസൻറ്റ് ഇൻ വിനേഗർ. വിനേഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു വെരി സിമ്പിൾ, നോ ഡൗട്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. വിനേഗറിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഏതാണ്? വിനേഗറിനകത്ത് ഏതാണെന്ന് പെട്ടെന്ന് പറഞ്ഞു. നമ്മളെ സമയം ഒട്ടും കളയണ്ട. വിനേഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മക്കളെ? ചാടി പറഞ്ഞു. ഏതാ വിനേഗറിനകത്ത് അടങ്ങിയിരിക്കുന്നത്? ഏതാണ്? വെരി ഗുഡ്. അസറ്റിക് ആസിഡ് ആണ് അല്ലേ? അസറ്റിക് ആസിഡ് ആണ് വിനേഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ നെയിം ഓഫ് പ്ലേസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ? പല ഇതിൻ്റെ പേരിൽ, കൺട്രികളുടെ പേരിൽ ചില കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്, ചില ഗോഡസുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ചില സയൻറ്റിസ്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് അപ്പോൾ പ്ലേസിൻ്റെ നെയിം വെച്ചിട്ട് എലമെൻറ്റിന് സിമ്പൽ കിട്ടിയത് ഏതാണ്? NaCFESSB. Na എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയമാണ്. CF എന്ന് പറഞ്ഞാൽ ഏതാണ്? CF. കറക്റ്റ് ആൻസർ പറഞ്ഞു. CF ആണ് ആൻസർ. CF പറഞ്ഞാൽ കാലിഫോർണിയം അല്ലേ? കാലിഫോർണിയത്തിനകത്തുനിന്നാണ് CF വന്നത്. ES എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീനിയമാണ്. ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് നമുക്കറിയാം. ദെൻ SB ആൻറ്റിമണിയാണ്. ഓക്കെ, അപ്പോൾ CF കാലിഫോർണിയം വെച്ചിട്ടാണ് നമുക്ക് CF എന്ന് പറഞ്ഞ ആ ഒരു ടേം കിട്ടിയത് കേട്ടോ. ഓക്കെ, ഇനി
Which separation techniques can be employed for the separation of ammonium chloride from a mixture containing sodium chloride and ammonium chloride? അപ്പോൾ അമോണിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡും ഇവർ തമ്മിലുള്ളൊരു മിക്സറാണ്. ഈ മിക്സറിനകത്തുനിന്ന് അമ്മോണിയം ക്ലോറൈഡിനെ മാത്രം നമുക്ക് എങ്ങനെയാണ് വേർതിരിക്കാൻ പറ്റുക? സോഡിയം ക്ലോറൈഡും അമ്മോണിയം ക്ലോറൈഡും അടങ്ങിയ മിശ്രിതത്തിൽ നിന്നും അമ്മോണിയം ക്ലോറൈഡിനെ വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഡിസ്റ്റിലേഷൻ, ഹാൻഡ് പിക്കിംഗ്, സബ്ലിമേഷൻ, ഫിൽട്രേഷൻ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഏതാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? സോഡിയം ക്ലോറൈഡും അമ്മോണിയം ക്ലോറൈഡും ഒരുമിച്ചുള്ളൊരു മിക്സ്ചറാണ് നമ്മൾ. വെരി ഗുഡ്. സബ്ലിമേഷൻ അല്ലേ? ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3. ഓക്കെ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് മിസ് തരുവാണ്. പക്ഷെ നിങ്ങൾ പോകരുത്, നമ്മുടെ ദർശന മിസ് നെക്സ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും മിസ്സിന് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഒരു ടൈമിൻ്റെ ലിമിറ്റ് കൊണ്ട് മിസ് പതിയെ വൈൻഡപ്പ് ചെയ്യാൻ പോകേണ്ട ദർശന മിസ് ഇപ്പോൾ വരും. സോ നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആയിട്ട് മിസ് തരുന്ന ഇതാണ് ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ പിന്നിലെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്? അപ്പം അഡ്സോർപ്ഷൻ ആണോ, സെൻട്രിഫ്യൂഗേഷൻ ആണോ, ഓസ്മോസിസ് ആണോ, ഡിഫ്യൂഷൻ ആണോ? ഇത് നിങ്ങളിപ്പോൾ അതിൻ്റെ ആൻസർ പറയേണ്ട. നമ്മുടെ ഈ ലൈവ് കംപ്ലീറ്റ് കഴിയുമ്പോൾ, ദർശന മിസ്സും എടുത്ത് നമ്മൾ ലൈവ് കംപ്ലീറ്റ് കഴിയുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ദർശന മിസ് ഇപ്പോൾ വരുവാണ്. സോ മിസ് ലാസ്റ്റായിട്ട് നിങ്ങൾക്കൊരു ഓൾ ദി ബെസ്റ്റ് തരുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നവരാണ്. അപ്പം ഇനി നാളെ നമുക്ക് ഇതുപോലെ തന്നെ മാരത്തൺ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ മാരത്തൺ കണ്ടിട്ടില്ലാത്തൊരു ഇനിയാണെങ്കിലും കാണുക. 2 ദിവസം കൂടെ നമ്മുടെ എക്സാമിനുള്ളൂ. നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം മിസ്സേ ഇങ്ങ് പോരെ, മിസ് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ദർശന മിസ്സിന് നമ്മുടെ മൈക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പം മിസ്സ് പതിയെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ദർശന മിസ്സിൻ്റെ മിസ്സ് കൈ മാറുന്നു. മിസ് ഇനി എടുത്തോളുക. ഓക്കെ, അപ്പോൾ എന്താണ്, യെസ്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ സംസാരങ്ങൾക്കൊന്നും പോവരുത്. കാരണം ഇനി നമുക്ക് അമല മിസ് ഓൾറെഡി പറഞ്ഞു അല്ലേ, നമുക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയവരെല്ലാവരും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഇവിടെ ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും മിസ്സിന് വേഗം ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞേ. അതെ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു. കാരണം സേവ് ചെയ്ത് എൻ്റെ ഡൗൺലോഡ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അടിപൊളി പിള്ളേരാട്ടോ അവര്. മിസ് ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അതേ അടുത്ത ആള് വന്നു കണ്ടില്ലേ? ഞാനേ പോകുന്നുള്ളൂ, അടുത്ത ആള് വന്നു. ഓക്കെ ദർശന മിസ്, പേര് ശ്രദ്ധിക്കണം മിസ്റ്റർ. സ്പെല്ലിംഗ് ഓക്കെ. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. മിസ് എന്താ പറയുക, കുറച്ച് മിണ്ടാൻ നിൽക്കുന്ന മിസ്സിന് ഈ AC-യിൽ ചുമ അങ്ങനെ വന്നിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ട് കുറച്ച് നേരം നിൽക്കുന്നത്. അതെ, എനിക്ക് ചുമയാണ്. ഞാൻ ആ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കൊരയാണ്. ഓക്കെ, ആരും പോവല്ലേ. ഇപ്പം ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചുമ എനിക്കൊരു വിഷയമല്ല. ചുമയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മിണ്ടാതെ നിൽക്കുന്നത് കേട്ടോ. യെസ്, അമലു മിസ് ബായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അമലു മിസ് പോയേ. അപ്പം നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കും പ്രീവിയസ് ഇയറിലെ ടെക്സ്റ്റും ഈ വർഷത്തെ ടെക്സ്റ്റും ഒക്കെ വേറെ ആണല്ലോ മിസ്സേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഇയറൊക്കെ നോക്കുന്നതെന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം നമ്മളുടെ കഴിഞ്ഞ വർഷം പഠിക്കാനുള്ള ടെക്സ്റ്റിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വർഷത്തെ ടെക്സ്റ്റിലും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ആഡ് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ കുറച്ചു, അതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് മാറ്റി, ഇങ്ങനെയുള്ള കുറച്ച് സംഭവ വികാസങ്ങൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ റെഡി ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മിസ് അധികം സമയം കളയുന്നില്ല, കാരണം നിങ്ങൾക്ക് സമയം വളരെ വിലപ്പെട്ട സമയമാണ്. അപ്പം മാക്സിമം കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ,
The substance that will be flattened on beating with a hammer is ചുറ്റിയ കൊണ്ട് അടിച്ച് പരത്താനാകുന്ന പദാർത്ഥം ഏതാണ്? ക്രിസ്റ്റൽ ഓഫ് അയഡിൻ, പീസ് ഓഫ് കോൾ, ലംബ് ഓഫ് സൾഫർ, സിങ്ക് ഗ്രാന്യൂൾ. അയഡിൻ ക്രിസ്റ്റൽ, കൽക്കരി കഷ്ണം, സൾഫർ കട്ട, സിങ്ക് തരികൾ. വേഗം ആൻസർ പറഞ്ഞേ, വേഗം 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 ആൻസർ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വേറെ ടോക്കുകൾക്കൊന്നും പോകരുതെന്ന് മിസ് എപ്പോഴും ലൈവിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. സോ കിട്ടുന്ന സമയം മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. യെസ്, സിത്താരക്കുട്ടി കറക്റ്റ് ആണ്. ഏതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ? സിങ്ക് തരികൾ അല്ലെങ്കിൽ സിങ്ക് ഗ്രാനുൾ. ഇത് നമ്മളുടെ റിവിഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വേഗം വേഗം പറയുക എന്നുള്ളതാണ്. അല്ലാതെ ആദ്യം മുതൽ വീണ്ടും പഠിക്കാനുള്ള ഒരു സമയം ഇനി നമുക്കില്ല. 2 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, യെസ് കറക്റ്റ്. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. സിങ്ക് ഗ്രാന്യൂൾസ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ മെറ്റൽസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിലെ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമർ അല്ലെങ്കിൽ ചുറ്റിയ കൊണ്ട് നമുക്ക് അവരെ അടിച്ച് പരത്താനാകും എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറഞ്ഞോളൂ. If few substances are arranged in the increasing order of forces of attraction between their particles, which one of the following represents a correct arrangement? ചില പദാർത്ഥങ്ങൾ അവയുടെ കണികകൾക്കിടയിലുള്ള ആകർഷണ ബലത്തിന്റെ ആരോഹണ ക്രമത്തിലാണ് നൽകിയിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ക്രമീകരണത്തെ പ്രതിനിധീകരിക്കുന്നത്? വാട്ടർ, എയർ, വിൻഡ്, എയർ, ഷുഗർ, ഓയിൽ, ഓക്സിജൻ, വാട്ടർ, ഷുഗർ, സോൾട്ട്, ജ്യൂസ്, എയർ. വെള്ളം, വായു, കാറ്റ്, വായു, പഞ്ചസാര, എണ്ണ, ഓക്സിജൻ, വെള്ളം, പഞ്ചസാര, ഉപ്പ്, ജ്യൂസ്, വായു. വേഗം പറഞ്ഞേ, വേഗം 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 ആൻസർ പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് ആൻസർ കിട്ടും. എവിടെ? വേഗം വേഗം ആൻസർ പറഞ്ഞേ. എന്താണ്? യെസ്, അശ്വതി പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്ക് ഓപ്ഷൻ 3 ഒന്ന് നോക്കി നോക്കാം. ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓക്സിജൻ, വാട്ടർ, ഷുഗർ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ ബലം കൂടി വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അറിയാത്ത ആൾക്കാർ ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ, അപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ കൂടി വരുന്ന ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ആരാണ്? സോളിഡ്സിലാണ് അല്ലെ. പിന്നെ അതിനേക്കാൾ കുറവ് അട്രാക്ഷൻ ഉള്ളത് നമ്മളുടെ ലിക്വിഡ്സിലാണ്. തീരെ അട്രാക്ഷൻ ഇല്ലാതെ ഓടിച്ചാടി പറന്ന് നടക്കുന്നത് ആരാണ്? നമ്മളുടെ ഗേഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഇതേ നമ്മൾ ആൻസർ ചെയ്താനായിട്ട്. അപ്പൊ നമ്മളോട് കൂടി വരുന്ന ഓർഡർ എന്നാ പറഞ്ഞത്. കൂടി വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ഗ്യാസിനെ എഴുതണം, പിന്നെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരാളെ എഴുതണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സോളിഡ് ആയിട്ടുള്ള ഒരാളെ എഴുതണം. സോ ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്നുള്ള ആ ഒരു ഓർഡറിൽ പോയിരിക്കുന്നത് ഇതിൽ ആരാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്സിജൻ ഗ്യാസ് ആണ്, വാട്ടർ ലിക്വിഡ് ആണ്, ഷുഗർ സോളിഡ് ആണ്. ബാക്കി ഓപ്ഷൻസ് നോക്കി ഒരെണ്ണം എടുത്ത് പറഞ്ഞുതരാം. വാട്ടർ ലിക്വിഡാ. അപ്പൊ ഓർഡർ തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും ആ കറക്റ്റ് ഓർഡറിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. അമോണിയം ക്ലോറൈഡിന്റെയും സോഡിയം ക്ലോറൈഡിന്റെയും മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, ഹാൻഡ് പിക്കിംഗ്. കാന്തിക വേർതിരിക്കൽ, ഉത്പാദനം, സ്വേദനം, ഹാൻഡ് പിക്കിംഗ്. വേഗം ആൻസർ പറഞ്ഞോ. വേഗം വേഗം ആൻസർ പറഞ്ഞേ. യെസ്, ആരാ പറഞ്ഞേ? യെസ്, സിത്താരക്കുട്ടി കറക്റ്റ് ആണ്. സൗരവാണോ? അശ്വതി. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് ആൻസർ? സബ്ലിമേഷൻ. ഓപ്ഷൻ ബി സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ഇത് കേട്ടോ. അമോണിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ നാഫ്തലിൻ, അതുപോലെ ക്യാംഫർ, ഡ്രൈ ഐസ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഏതാണ്? സബ്ലിമേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സബ്ലിമേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ് സബ്ലിമേഷൻ എന്നൊന്ന് മിസ്സിന് പറഞ്ഞു തന്നെ. എന്താണ് സബ്ലിമേഷൻ?
സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് വിളിക്കുന്നത്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരമാണ്. ഖരപദാർത്ഥം എന്തായിട്ട് മാറുന്നു? വാതകമായിട്ട് മാറുന്നു. ഡയറക്റ്റ് വാതകമായിട്ട് മാറുന്നു. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two substances, ശ്രദ്ധിച്ചു വായിക്കാം. A and B were made to react to form third substance AB2 according to the following reaction. A plus 2B gives AB2. എന്താണ് പറഞ്ഞത്? AB എന്ന രണ്ട് പദാർത്ഥങ്ങൾ പ്രവർത്തിച്ച AB2 എന്ന പദാർത്ഥം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. A plus 2B gives AB2 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Which of the following statements concerning this reaction are incorrect? Questions ശ്രദ്ധിച്ചു വായിക്കുക. നേരത്തെ അമലു മിസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് കറക്റ്റ്, ഇൻകറക്റ്റ്, ട്രൂ, ഫോൾസ് ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ കാണുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണോ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഏതാണ് ചോദിച്ചത് എന്ന് നമുക്ക് ഡൗട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അടിയിൽ ഒരു വരയിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് തെറ്റായ പ്രസ്താവന, ഈ ഒരു റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രസ്താവനകൾ നോക്കിക്കേ. ദ പ്രോഡക്റ്റ് AB2 ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് A ആൻഡ് B. AB2 എന്ന ഉൽപ്പന്നം A, B പദാർത്ഥങ്ങളുടെ ഗുണവിശേഷതകൾ കാണിക്കുമോ? ഇല്ല അല്ലേ? ഇപ്പം അതെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യാണ്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും നേച്ചർ ആണോ നമ്മൾ വാട്ടറിനുള്ളത്? അല്ലല്ലോ. അപ്പോൾ പുതുതായിട്ടുണ്ടാകുന്ന ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. സോ ആ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്തത് നോക്കിക്കേ. ദ പ്രോഡക്റ്റ് വിൽ ഓൾവേസ് ഹാവ് എ ഫിക്സഡ് കോമ്പോസിഷൻ. ഉൽപ്പന്നത്തിന് എല്ലായ്പ്പോഴും ഒരു നിശ്ചിത ഘടന ഉണ്ടായിരിക്കും. അത് ശരിയല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്തുണ്ടായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ CO2 ആണ്, ഒരു കാർബണും 2 ഓക്സിജനുമാണ്. വാട്ടർ ആണെങ്കിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ 1 ഹൈഡ്രജനും 1 ക്ലോറിനുമാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്തത് ദ പ്രോഡക്ട്സ് ഓഫ് ഫോംഡ് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് എ കോമ്പൗണ്ട്. ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ ഒരു സംയുക്തമായി തരംതിരിക്കാൻ കഴിയില്ല. തെറ്റല്ലേ? അതെന്താണ്? കോമ്പൗണ്ട് ആണ്. അപ്പം അത് തെറ്റാണ്. ദ പ്രോഡക്ട്സ് ഓഫ് ഫോംഡ് ഈസ് ആൻ എലമെന്റ്. AB2 എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണോ? അല്ലല്ലോ, അതൊരു കോമ്പൗണ്ട് അല്ലേ? സോ എന്താണ്? അതും തെറ്റാണ്. സോ തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് A ഉണ്ട്, C ഉണ്ട്, D ഉണ്ട് അല്ലേ? അയ്യോ, A ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മളുടെ ആൻസർ വരിക? ABC, BCD, ACD, ABD. അപ്പോൾ ഏതൊക്കെയാണ്? ACD വരുന്നത്. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? യെസ്, നിങ്ങളിവിടെ ഓൾറെഡി ആൻസർ ഇടുന്നത് മിസ് കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് വായിച്ച് മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ് വുഡ് ബാലൻസ് ദ ഗിവൻ കെമിക്കൽ ഇക്വേഷൻ? വേഗം ബാലൻസ് ചെയ്തോളൂ കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യത്തെ സമീകരിക്കുന്നതിന് അനുയോജ്യമായ സംഖ്യാ ഗണഭേദ. SO2 + O2 gives SO3. 232, 212, 111, 132. വേഗം ചെയ്ത് നോക്കിക്കേ. വേഗം ചെയ്യാം. ഞാൻ ബാലൻസ് ചെയ്യലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഷോർട്ടാക്കി വേഗം ഒന്ന് പറഞ്ഞു വിടാം. നോക്കിക്കേ, ഇവിടെ സൾഫർ ആകെ ഒന്നേ ഉള്ളൂ അല്ലേ? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 + 2. ഓക്സിജൻ 4 എണ്ണം ഉണ്ട് അല്ലേ? ഇനി അപ്പുറത്തെ സൈഡ് നോക്കിക്കേ, സൾഫർ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ എത്ര എണ്ണ? 3 എണ്ണാണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും കുറവുള്ള ഭാഗത്ത് കൂട്ടാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഓൾറെഡി 1 പ്രസന്റ് ആണല്ലേ. നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 2 ഞാൻ അവിടെ ഇട്ട് കൊടുത്താൽ സൾഫറിന്റെ നമ്പർ 2 ആയി. ഓക്സിജൻ എന്തായി? 2 × 3 6 ആയി. അപ്പോൾ സൾഫർ മാറി, ഓക്സിജൻ മാറി. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ടൻറ്റ് സൈഡിലും മാറ്റണം. സോ സൾഫർ എനിക്ക് 2 ആക്കണമെങ്കിൽ എനിക്ക് ഇവിടെ 2 ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ സൾഫർ 2 ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 × 2 4 ഓക്സിജൻ പ്ലസ് ഇവിടെ ഒരു 2 ഓക്സിജൻ, അങ്ങനെ മൊത്തം 6 ഓക്സിജൻ. അപ്പോൾ 2, ഇവിടെ 1 ഉണ്ട് എന്നാണ് മീനിങ്. 1, 2. നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോസിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോയത് കേട്ടോ. 2, 1, 2 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്.
ഓക്കെ, അങ്ങനെ പ്രോഡക്റ്റിന്റെ സൈഡിലെയും അതുപോലെ തന്നെ റിയാക്ടന്റിന്റെ സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more different elements. സ്റ്റേറ്റ്മെന്റ് 2, മിക്സേഴ്സ് ഹാവ് എ ഫിക്സഡ് കോമ്പോസിഷൻ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? രണ്ടോ അതിലധികമോ വ്യത്യസ്ത മൂലകങ്ങളുടെ രാസ സംയോജനത്തിലൂടെയാണ് സംയുക്തങ്ങൾ രൂപപ്പെടുന്നത്. ശരിയാണല്ലോ. മിശ്രിതങ്ങൾക്ക് ഒരു നിശ്ചിത ഘടനയുണ്ട്. മിശ്രിതങ്ങൾക്ക് അങ്ങനെ ഒരു നിശ്ചിത ഘടനയുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, 1 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് ഇൻകറക്റ്റ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്, രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. പ്രസ്താവന 2 ശരിയാണ്, പക്ഷെ പ്രസ്താവന 1 തെറ്റാണ്. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 തെറ്റാണ്. ഓക്കെ, എന്താ ആൻസർ വരിക? എന്താ വരിക? ഒന്നാമത്തെ ശരിയാ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം അല്ലെ. മിക്സേഴ്സിന് എന്തില്ല? ഒരു ഫിക്സഡ് ആയിട്ടുള്ള കോമ്പോസിഷൻ ഇല്ല. അവർ തോന്നുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മിക്സർ എന്നല്ലല്ലോ വിളിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് എന്ത് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, generally metallic oxides are basic and non-metallic oxides are acidic in nature. Solution of which of the following oxides in water will change the color of blue litmus to red? ബ്ലൂവിനെ റെഡ് ആക്കുന്നത് അസിഡിക് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ബാർ എന്നുള്ള കോഡ് വെച്ചത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിക്കേ. സാധാരണയായി ലോഹ ഓക്സൈഡുകൾക്ക് ബേസിക് സ്വഭാവവും അലോഹ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവവുമാണ്. ചുവടെ നൽകിയിരിക്കുന്ന ഏത് ഓക്സൈഡിന്റെ ജലീയ ലായനിക്കാണ് നീല ലിറ്റ്മസിന്റെ നിറം ചുവപ്പാക്കി മാറ്റാനാകുന്നത്? ആർക്കാണ്? അസിഡിക് ആയിട്ടുള്ള ഒരാൾക്കാണ് അല്ലേ. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ആണോ, അയൺ ഓക്സൈഡ് ആണോ, മെഗ്നീഷ്യം ഓക്സൈഡ് ആണോ, കോപ്പർ ഓക്സൈഡ് ആണോ? ആരാണ് വരുന്നത്? ആരാണ് വരുന്നത്? അറിയോ? യെസ്, അശ്വതി കറക്റ്റ് ആണ്. ഓപ്ഷൻ എ, സൾഫറിന്റെ ഡയോക്സൈഡ്. കാരണം സൾഫർ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റലിന്റെ ഓക്സൈഡുകൾക്ക് അസിഡിക് നേച്ചർ ആണ് എന്ന് ആദ്യമേ ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. യെസ്, സൾഫർ ഡയോക്സൈഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 5 ml of hydrochloric acid was taken in a test tube and a drop of phenolphthalein indicator was added to it. When a definite volume of sodium hydroxide is added dropwise to this solution turns pink. What will be the nature of the solution obtained now? ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml, ശ്രദ്ധിക്കാം, 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു തുള്ളി ഫിനോഫ്തലിൻ സൂചകം ഒഴിച്ചതിന് ശേഷം ഒരു നിശ്ചിത വ്യാപ്തം സോഡിയം ഹൈഡ്രോക്സൈഡ് തുള്ളി തുള്ളിയായി ഒഴിച്ചാൽ പിങ്ക് നിറം പ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ കിട്ടിയ ലായനിയുടെ സ്വഭാവം എന്തായിരിക്കും? അപ്പൊ നോക്കിക്കേ, പിങ്ക് നിറം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? എന്ത് മനസ്സിലാക്കാം? യെസ്, ബേസിക് നേച്ചർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. സോ ഓപ്ഷൻ ബി എന്താണ്? ബേസിക്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following element got its name from the color violet? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് മൂലകത്തിനാണ് വയലറ്റ് നിറത്തിൽ നിന്ന് അതിന്റെ പേര് ലഭിച്ചത്? അയഡിൻ, ആന്റിമണി, സിനൺ, ബേരിയം. അറിയോ? ആർക്കാണ് വയലറ്റ് എന്നുള്ള ഒരു കളറിൽ നിന്ന് പേര് ലഭിച്ചതെന്ന് അറിയോ? അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അയഡിൻ ആണ് കേട്ടോ. അയഡിൻ ആണ് ആ പേര് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, സിത്താര കറക്റ്റ് ആണ്. ഞാൻ ഇടയ്ക്കൊന്നും അവിടെ നോക്കാത്ത വേറൊന്നുമല്ല, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും. മാക്സിമം ഒരു 9 മണി വരെ നമ്മുടെ ലൈവ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് വിടുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇതേപോലെ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഹോമോജീനസ് മിക്സേഴ്സ് എക്സിബിറ്റ് കൺസിസ്റ്റന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഹോമോജീനസ് മിക്സേഴ്സ് ഹാവ് യൂണിഫോം പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 is the correct explanation of statement 1. Both statements are correct, but statement 2 is not the correct explanation of statement 1. Statement 2 is correct, but statement 1 is incorrect. Both statements are incorrect. എന്താണ്? രണ്ട് പ്രസ്താവനയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? നോക്കിക്കേ, ഏകാത്മക മിശ്രിതങ്ങൾ സ്ഥിരതയാർന്ന ഭൗതിക ഗുണങ്ങൾ പ്രകടമാക്കുന്നു. ശരിയാണല്ലോ. ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഏകീകൃത കണികാ വിതരണമുണ്ട്. അതും ശരിയാണ് അല്ലേ? അപ്പോൾ ഈ തന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ എന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് എന്ത് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത്. യെസ് അശ്വതി, കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. രണ്ടും കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, in which of the following conditions the distance between molecule of a gas would increase? ചുവടെ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതിലാണ് വാതക തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത്? ഓക്കെ, വാതകങ്ങളുടെ തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത് ഇതിൽ ഏതിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇൻക്രീസിംഗ് പ്രഷർ ഓൺ ദി ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. അടഞ്ഞ പാത്രത്തിൽ എടുത്തിരിക്കുന്ന വാതകത്തിൽ മർദ്ദം വർദ്ധിക്കുന്നു. ആണോ? അടഞ്ഞ പാത്രത്തിൽ എടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അതായത് നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി അടുത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നില്ല. അപ്പോൾ ഇതല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് ദി ഗ്യാസ് ലീക്കിംഗ് ഔട്ട് ഓഫ് ദ കണ്ടെയ്നർ. പാത്രത്തിൽ നിന്ന് കുറച്ച് വാതകം പുറത്തേക്ക് ഒഴുകുന്നു. അപ്പോൾ എന്താ? കുറച്ച് സ്ഥലം കിട്ടും. അപ്പോൾ അവർ തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഓഫ് ദി ഗ്യാസ്. വോളിയം കൂട്ടിക്കഴിഞ്ഞാലും നമുക്കറിയാം കുറച്ച് അവർക്ക് സ്പേസ് കിട്ടും. അപ്പോഴും അവർക്ക് ഡിസ്റ്റൻസ് കൂടും. പാത്രത്തിന്റെ വ്യാപ്തം വർദ്ധിപ്പിക്കുക. അടുത്ത എന്താണ്? ആഡിങ് മോർ ഗ്യാസ് ടു ദ കണ്ടെയ്നർ without increasing the volume of the container. കുറേ ഗ്യാസിനെ നമ്മൾ കൊടുക്കുകയാണ്, പക്ഷെ വോളിയത്തിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പം അങ്ങനെ വന്ന് എന്താ? അവർ സ്പേസ് കൂടുന്നില്ല അല്ലേ? എ സി, എ ബി, ബി സി, എ ഡി. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? യെസ്, ബിയും സിയും കേസുകളിലാണ് എന്ത് വരുന്നത്? വാതക തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത്. സോ ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മെറ്റലോയിഡ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഉപലോഹം ഏതാണ്? അലുമിനിയം, മെർക്കുറി, സൾഫർ, ജെർമേനിയം. വേഗം പറഞ്ഞേ. നമുക്കറിയാം മെറ്റലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും, അതായത് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ തന്നിരിക്കുന്നതിൽ മെറ്റലോയിഡ് ആരാണ്? വേഗം പറഞ്ഞേ. യെസ് സിത്താര, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ജെർമേനിയം. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനൈഡ്, ആന്റിമണി എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്താണ്? നോൺ മെറ്റൽസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും ആൻസർ ഒക്കെ കറക്റ്റ് പറയുന്നുണ്ട്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a chemical change? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് രാസമാറ്റം? dissolving sugar in water, evaporation of water, combustion of gasoline, dissolving common salt in water. പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കുന്നു, ജലത്തിന്റെ ബാഷ്പീകരണം, ഗ്യാസോലിന്റെ ജ്വലനം, കറിയുപ്പ് വെള്ളത്തിൽ ലയിക്കുന്നു. ചോദിച്ചത് ഇതാണ് കേട്ടോ, കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം. വേഗം പറഞ്ഞ ആൻസർ. യെസ് സിത്താര, കറക്റ്റ് ആണ്. കമ്പൽഷൻ ഓഫ് ഗ്യാസോലിൻ അല്ലെങ്കിൽ ഗ്യാസോലിന്റെ ജ്വലനമാണ് ഇവിടുത്തെ രാസമാറ്റം. ബാക്കിയെല്ലാം എന്താണ്? ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പല പല ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, യെസ് കറക്റ്റ് ആണ് അശ്വതി. അടുത്ത ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് സോഡിയം is put in water, the resultant solution will be dash. ഒരു ചെറിയ കഷ്ണം സോഡിയം ജലത്തിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ലായനിക്ക് ഡാഷ് സ്വഭാവമായിരിക്കും. അസിഡിക്, ബേസിക്, ന്യൂട്രൽ, ആംഫോട്ടറിക്. അസിഡിക്, ക്ഷാരം, നിർവീര്യം, ഉഭയധർമ്മം. വേഗം പറഞ്ഞേ. ഏതാണ്?
നമുക്കറിയാം സോഡിയം നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ ആണ് വരുന്നത് അല്ലേ? സോ ഓപ്ഷൻ ബി ക്ഷാര സ്വഭാവം അല്ലെങ്കിൽ ബേസിക് നേച്ചർ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഉദയ്, സിതാര, അശ്വതി കറക്റ്റ് ആണ്. അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ. Which among the following mixtures cannot be separated by sublimation? Cannot be separated. Sublimation വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നല്ല, പറ്റാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന മിശ്രിതങ്ങളിൽ ഏതിനെയാണ് ഉത്പാദനത്തിലൂടെ വേർതിരിക്കാൻ സാധ്യമാകാത്തത്? ക്യാംഫർ പ്ലസ് കോമൺ സോൾട്ട്, നാഫ്തലീൻ പ്ലസ് സാൻഡ്, അയഡിൻ plus ammonium chloride, dry ice plus iron filling, കർപ്പൂരം plus ഉപ്പ്, നാഫ്തലിൻ plus മണൽ, iodine chloride plus ammonium, dry ice plus ഇരുമ്പ് ചീളുകൾ. വേഗം പറഞ്ഞേ. മിസ് അയം മറിയം, കൊല്ലം സി. മറിയം ആരാ? യെസ്, ഓപ്ഷൻ ഡി. ഡി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മുടെ ആൻസർ അതല്ല. എല്ലാവരും ഡി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരും വേറെ ആൻസർ പറയുന്നത്, എല്ലാവരും ഡി എന്നുള്ള ഒറ്റ ആൻസർ ആണ് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ആൻസർ പറഞ്ഞുതരാം. ഓപ്ഷൻ സി, അയഡിൻ ക്ലോറൈഡ്, അയഡിൻ പ്ലസ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അതാണ് നമ്മളുടെ ആൻസർ വരിക. കാരണം എന്താ? യെസ്, ഒരാൾ പറഞ്ഞു. ആരാണ്? അമ്നയാണോ? അമ്ന എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. നമ്മളോട് ചോദിച്ചത് എന്താണ്? കനോട്ട് ബി സെപ്പറേറ്റഡ്. ക്യാംഫർ പ്ലസ് കോമൺ സോൾട്ട്, ക്യാംഫറിനെ സെപ്പറേറ്റ് ചെയ്യാം. നാഫ്തലിൻ പ്ലസ് സാൻഡ്, നാഫ്തലിനെ സെപ്പറേറ്റ് ചെയ്യാം. അയഡിൻ പ്ലസ് അമോണിയം ക്ലോറൈഡ്, രണ്ടുപേരും സബ്ലൈമബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈ ഐസ് പ്ലസ് അയൺ ഫില്ലിംഗ്, അവിടെയും ഡ്രൈ ഐസിനെ നമുക്ക് സബ്ലിമേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. സോ ശ്രദ്ധിച്ചു വായിക്കുക. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഞാനും ആദ്യം പെട്ടെന്ന് ഡ്രൈ ഐസ് പ്ലസ് അയൺ ഫില്ലിങ്സ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ ഒന്ന് ഇരുത്തി വായിച്ചു, അപ്പം രണ്ടും സബ്ലൈമബിൾ ആയിട്ടുള്ള ആൾക്കാർ ഓൾറെഡി തന്നുകൊണ്ട് അതാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, അതേപോലെ നമ്മളുടെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സബ്ലൈമബിൾ ആയിട്ടുള്ള ആളാണ്. നമ്മൾ പെട്ടെന്ന് അയൺ ഫില്ലിങ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളുടെ മനസ്സിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ഒരു സാധനം പോകും. അതുകൊണ്ടാണ് നമ്മൾ ആൻസർ ഡി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following is false regarding fuels? false എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ധനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. Liquid fuels burn more completely when compared to solid fuel. Fossil fuels are non-renewable sources of energy. An ideal fuel does not produce any toxic substances on burning. CNG is an example for non-conventional source of energy. വേഗം ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഖര ഇന്ധനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദ്രവ ഇന്ധനങ്ങൾക്ക് മികച്ച ജ്വലന സ്വഭാവമുണ്ട്. വീണ്ടും നികത്താനാവാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ജ്വലിക്കുമ്പോൾ ഉത്തമ ഇന്ധനങ്ങൾ ഹാനികരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നില്ല. CNG പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഏതാണ് ആൻസർ വരിക? യെസ്, സജിത. യെസ്, അപ്പോൾ പലരും പല പല ആൻസേഴ്സ് പറയുന്നുണ്ട്. ഓർത്ത് വെക്കുക, ഓപ്ഷൻ ഡി CNG പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമ്മൾ CNG എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്, അതായത് നോൺ റിന്യൂവബിൾ ആണ്, നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. അതാണ് നമ്മളുടെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് നോൺ കൺവെൻഷണൽ എന്നാണ് തന്നത്, കൺവെൻഷണൽ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following are chemical changes? അതായത് രാസമാറ്റങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ നൽകിയിരിക്കുന്നവയിൽ രാസമാറ്റം ഏതൊക്കെ? ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോസിന്തസിസ്, റസ്റ്റിംഗ്, ഡിക്കേയിങ് ഓഫ് ഫ്രൂട്ട്സ്. വൈദ്യുത ലേപനം, പ്രകാശ സംശ്ലേഷണം, ലോഹനാശനം, പഴങ്ങൾ ചീയുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഇലക്ട്രോപ്ലേറ്റിംഗും ഫോട്ടോസിന്തസിസും റസ്റ്റിംഗും ഡിക്കേയിങ് ഓഫ് ഫ്രൂട്ട്സും എല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ തന്നെയല്ലേ? സോ ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ വരാം. ക്ലിയർ അല്ലേ? 1, 2, 3 മാത്രമല്ല 1, 2, 3, 4 വരും കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്, അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. ഡി ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which among the following is best suited to make handles of cooking utensils? ചുവടെ നൽകിയിരിക്കുന്നവയിൽ പാചകപാത്രങ്ങളുടെ പിടികൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ബേക്കലൈറ്റ്, നൈലോൺ, PVC, ടെഫ്ലോൺ. വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. നമ്മളുടെ കുക്കിംഗ് യുട്ടൻസിൽസിന്റെ ഹാൻഡിൽസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? സിത്താര കറക്റ്റ് ആണ്, അശ്വതി കറക്റ്റ് ആണ്. യെസ്, ഏതാണ്? ബേക്കലൈറ്റ്. ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following metal? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ PVC യോ നൈലോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുമോ ആ യുട്ടൻസിൽസിനെ? ഇല്ല, നമുക്ക് പാചകം ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കണം അല്ലേ. സോ അതുകൊണ്ട് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ബേക്കലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which among the following metal possesses the lowest melting point? ഇത് ഓൾറെഡി അമലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ചുവടെ നൽകിയിരിക്കുന്നതിൽ ദ്രവനില ഏറ്റവും കുറവുള്ള ലോഹം ഏത്? ഏതാണ്? യെസ്, ഗാലിയം. ഓൾറെഡി മുന്നേ നിങ്ങൾ ഡിസ്കസ് ചെയ്ത. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, which element gets its symbol from the Latin word stibium? ഓക്കെ, സ്റ്റിബിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും പ്രതീകം ലഭിച്ച മൂലകം ഏതാ? ആന്റിമണി, സെലീനിയം, സിലിക്കൺ, ടിൻ. വേഗം പറഞ്ഞേ, ആർക്കാണ് സ്റ്റിബിയത്തിൽ നിന്നും പേര് കിട്ടിയത്? വേഗം പറഞ്ഞേ. ബി ആണെന്ന് ആരോ പറഞ്ഞു, നേരത്തെ ആൻസർ ആണോ? വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ, ഇതിന്റെ ആൻസർ വേഗം പറഞ്ഞേ. യെസ്, കറക്റ്റ്. അതാണ് ആന്റിമണി, SB എന്ന് പറയുന്നത്. ടിന്നും ആന്റിമണിയും മാറിപ്പോരുത്. ടിൻ എന്ന് പറയുന്നത് SN ആണ് കേട്ടോ. ടിൻ SN ആണ്, ആന്റിമണി ആണ് SB എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിലേറ്റിംഗ് ടു ദ മെറ്റൽസ് കോപ്പർ, മെർക്കുറി, അയൺ, അലുമിനിയം ആൻഡ് ടിൻ ഇസ്. കോപ്പർ, മെർക്കുറി, ഇരുമ്പ്, അലുമിനിയം, ടിൻ എന്നീ ലോഹങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ ഓഫ് ദം ആർ സൊണോറസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അലുമിനിയം ഈസ് നോട്ട് കൊറോഡഡ് കംപ്ലീറ്റ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ. ബോത്ത് tin and copper are malleable at room temperature. Copper is added to gold while making gold ornaments. സാധാരണ താപനിലയിൽ ഇവയെല്ലാം സൊണോറിറ്റി പ്രദർശിപ്പിക്കുന്നു. സാധാരണ താപനിലയിൽ അലുമിനിയം പൂർണ്ണമായും ലോഹനാശനത്തിന് വിധേയമാകുന്നില്ല. സാധാരണ താപനിലയിൽ കോപ്പർ, ടിൻ തുടങ്ങിയ ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ സാധിക്കും. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വർണത്തോടൊപ്പം കോപ്പർ കൂടി ചേർക്കാറുണ്ട്. ഏതാണ് ആൻസർ? അറിയോ? വേഗം പറഞ്ഞ, ഏതാണ് ആൻസർ? ശ്രദ്ധിച്ചു വായിക്കണം. റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ പ്രസ്താവന എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഏതാണ് തെറ്റായ പ്രസ്താവന വരുന്നത്? നോക്കുമ്പോൾ നമുക്ക് എല്ലാം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടായിരിക്കും. യെസ്, അശ്വതി കറക്റ്റ് ആണ്. ഏതാണ് നമ്മൾ തെറ്റായ പ്രസ്താവന? ഓൾ ഓഫ് ദം ആർ സൊണോറസ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമുക്കറിയാം, നമ്മളെ മെർക്കുറി എന്ന് പറയുന്ന ആൾ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള മെറ്റൽ ആണ്. ലിക്വിഡ് മെറ്റൽ ആണ് നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നോക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ മെർക്കുറി എന്ന് പറയുന്ന ആള് സൊണോറിറ്റി കാണിക്കുമോ? ഇല്ലല്ലോ, ലിക്വിഡ് അല്ലേ, അപ്പൊ സൊണോറിറ്റി കാണിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് എന്ത് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി, അത്രേ ആലോചിച്ചാൽ മതി. ബാക്കിയുള്ളവരൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു മെർക്കുറി മാത്രം നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which among these chemical reactions produces a white colored product? നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ വെളുത്ത നിറമുള്ള ഉൽപ്പന്നം നൽകുന്നത് ഏതൊക്കെയാണ്? KCl plus AgNO3 gives AgCl plus KNO3. CaOH twice plus CO2 gives CaCO3 plus H2O. 2Mg plus O2 gives 2MgO. CuCO3 gives CuO plus CO2. 1 2 2 4 1 2 3 2 only. വേഗം നോക്കി പറഞ്ഞേ, അറിയോ? വൈറ്റ് കളേർഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറിയോ? ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് നോക്കിക്കേ. ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓപ്ഷൻ എ അല്ല. ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ AgCl, CaCO3, MgO ഇതൊക്കെ വൈറ്റ് കളർ പ്രോഡക്റ്റുകൾ തന്നെയാണ്. സോ ഓപ്ഷൻ സി 1, 2, 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരിക. ബി അല്ല കേട്ടോ. 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ആയിരിക്കും. മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റ് കളറിലുള്ള പൗഡർ അല്ലേ കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് among the following molecules contain 3 atoms? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 3 ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്ര. ക്ലോറിൻ, ഹൈഡ്രജൻ, ഓസോൺ, സോഡിയം. ഏതാണ്? ഭയങ്കര സിമ്പിൾ അല്ലേ? ഓസോൺ ആണ്. O3 എന്ന് പറയുന്നത് ആരാണ്? ഓസോൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following metals are less dense than water? ചുവടെ നൽകിയിരിക്കുന്നതിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാ? ഓർത്ത് വയ്ക്കുക, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എല്ലാവർക്കും ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദ എബവ് അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ ഓക്കെ യെസ്, അശ്വതി കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദ എബവ് ആണ് നമ്മുടെ ആൻസർ വരാം. ഓക്കെ, സജിത് കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആൻഡ് വൈ ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 3Cl2 plus XKOH gives YKClO3 plus 5KCl plus 3H2O will be 11336166. 3Cl2 plus XKOH gives YKClO3 plus 5KCl plus 3H2O എന്ന സമീകരിച്ച രാസസമവാക്യത്തിൽ XY എന്നിവയുടെ വിലകൾ എന്തായിരിക്കും? വേഗം ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 3Cl2 plus XKOH gives YKClO3 plus 5KCl plus 3H2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വേഗം നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് പൊട്ടാസ്യത്തിൽ നിന്ന് തുടങ്ങാം. എക്സ് മോളിക്യൂൾ കെ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ വൈയും ഉണ്ട്, ഇവിടെ ഒരു 5ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഇരിക്കൂടെ, എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 5 മോളിക്യൂൾസ് ഓഫ് പൊട്ടാസ്യം ആണല്ലോ. അതേപോലെ ക്ലോറിൻ നോക്കിക്കേ. ക്ലോറിൻ 3 into 2 6 മോളിക്യൂൾസ് ക്ലോറിൻ. പ്രോഡക്റ്റ് സൈഡിലോ ഇവിടെ വൈ ഉണ്ട് പ്ലസ് ഇവിടെ 5 ഉണ്ട് ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ച് എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഈ 6ൻ്റെ അടുത്തേക്ക് ഞാൻ ഈ 5നെ കൊണ്ടുവന്നാൽ 6 - 5 = y, അതായത് y = 1 എന്ന് കിട്ടും എനിക്ക്. ഓക്കെ, ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്നും ഇനി ഞാൻ ഇക്വേഷൻ 2 എന്നും കൊടുക്കുകയാണെങ്കിൽ പുട്ട് y = 1 in equation 1. ഇക്വേഷൻ 1ൽ ഞാൻ y = 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? x = 1 + 5 6 എന്ന് കിട്ടും. അതായത് x എന്ന് പറയുന്നത് 6 ആണ്, y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 6,1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി എന്നൊക്കെ പറയുന്നുണ്ട്, ഒന്ന് പോയി നോക്കട്ടെ. യെസ്, ഓപ്ഷൻ സി 6 and 1 ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ വേണം അത് കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാർബിൾ ഇസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ മാർബിൾ. മാർബിൾ എന്ന് പറയുന്നത് CaCO3 ആണ്. ഇനി നിങ്ങൾക്ക് വേഗം പറയാലോ. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മാർബിൾ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽഷ്യം, കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാൽഷ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ക്ലോറിൻ, കാർബൺ, ഓക്സിജൻ. ആരാണ്? വേഗം പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി എഴുതി. സിമ്പിൾ ആണ്. കാൽഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് എന്ത് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. മിസ് വേഗം വേഗം പറഞ്ഞു പോകുന്ന വേറെ ഒന്നുമല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഇത് നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ.
Which of the following elements have got their names from color? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാം മൂലകങ്ങൾക്കാണ് നിറത്തിൽ നിന്ന് പേരുകൾ ലഭിച്ചത്? ക്ലോറിൻ, ക്രോമിയം, ക്യൂറിയം, പൊളോണിയം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്ലോറിനും ക്രോമിയത്തിനുമാണ്. അതായത് ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ 1ഉം 2ഉം വരുന്നത്? ഓപ്ഷൻ എ. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, match the changes in physical state in column A with the name of corresponding process in column B. കോളം എയിൽ നൽകിയിരിക്കുന്ന അവസ്ഥാ മാറ്റങ്ങളെ കോളം ബിയിൽ നൽകിയിരിക്കുന്ന അവയുടെ പ്രക്രിയാ നാമങ്ങളുമായി ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലിക്വിഡ് ടു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ് ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വരിക? വേപ്പറൈസേഷൻ അല്ലേ? ദ്രാവകം വാതകമാകുന്നത് ഏതാണ്? ബാഷ്പീകരണം. അപ്പോൾ 1 ബി ആണ് കേട്ടോ. ഇനി 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാണ് എന്ന് കൊടുക്കണം. സോളിഡ് ടു ലിക്വിഡ്, ഒരു സോളിഡ് ആയിട്ടുള്ള ആള് ലിക്വിഡ് ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് കട്ട മെൽറ്റ് ആവുന്നു. സോ മെൽറ്റിംഗ്. ഓക്കെ, ഖരം ദ്രാവകമാകുന്നത് ഉരുകൽ. അടുത്തത് സോളിഡ് ടു ഗ്യാസ്, സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുന്നത് നമുക്കറിയാം സബ്ലിമേഷൻ. അയ്യോ 2 സി ആണ്, 3 ഡി ആണ്. ഇനി ഗ്യാസ് ടു സോളിഡ്, ഗ്യാസ് സോളിഡ് ആവാന്ന് പറഞ്ഞാൽ അവിടെ തെറ്റി തന്നിരിക്കുകയാണ്. മലയാളത്തിലൊക്കെയാണ് ഘനീഭവിക്കൽ എന്നുള്ളത്. ഇവിടെ കണ്ടൻസേഷൻ അല്ല, ഇവിടെ നമുക്ക് ഒന്നുകിൽ സോളിഡിഫിക്കേഷനോ ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇവിടെ തെറ്റി തന്നേക്കാണ് എ. അപ്പോൾ ബി സി ഡി എ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. യെസ്, ഓപ്ഷൻ ബി, ബി സി ഡി എ. ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ക്ലിയർ കുറവാണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നോക്കാം. Which of the following gases are obtained during the electrolysis of acidified water? ഇതിപ്പോൾ ക്ലിയർ ഇല്ലെങ്കിലും മിസ് വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കേട്ടാൽ മതി നിങ്ങൾ കേട്ടോ. അമ്ലീകരിക്കപ്പെട്ട ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലഭിക്കുന്ന വാതകങ്ങളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. വാട്ടറിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്താൽ നമുക്ക് ആരൊക്കെയാണ് കിട്ടുന്നത്? വാട്ടറിൽ ഹൈഡ്രോജനും ഓക്സിജനും അല്ലേ ഉള്ളത്? അപ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഹൈഡ്രോജനും ഓക്സിജനും ആയിരിക്കും. ഹൈഡ്രോജൻ ഓക്സിജൻ, ക്ലോറിൻ ഓക്സിജൻ, ക്ലോറിൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രോജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആരെയും നമുക്ക് കിട്ടുക? കണ്ണും പൂട്ടി ആൻസർ പറയാം. ഓപ്ഷൻ എ, ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. മിക്സ് പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെറ്റൽ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹം അല്ലാത്തത് ഏതാണ്? പൊട്ടാസ്യം, മെർക്കുറി, മഗ്നീഷ്യം, സൾഫർ. ഏതാണ്? വേഗം പറഞ്ഞേ. ലോഹം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി, സൾഫർ. ബാക്കി എല്ലാവരും എന്താണ്? ലോഹങ്ങളാണ്. മെർക്കുറി ലോഹമല്ല എന്ന് വിചാരിക്കരുത്. മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള നോൺ മെറ്റൽ ആണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് കിട്ടുമല്ലോ. അപ്പൊ നോട്ട് കിട്ടുമ്പോൾ അതിൽ ക്ലിയർ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ നോക്കിയാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൻ ടേബിൾ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നൽകിയിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബ്ലൂ ഒരു സബ്സ്റ്റൻസ്, അത് ബ്ലൂ അതായത് സബ്സ്റ്റൻസ് നമ്മളുടെ ബ്ലൂ ലിറ്റ്മസ്, റെഡ് ലിറ്റ്മസ് ആണ്. പി ക്യു ആർ എന്ന് പറയുന്ന 3 ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ഈ ബ്ലൂ ലിറ്റ്മസിനും റെഡ് ലിറ്റ്മസിനുള്ള ചേഞ്ച് നോക്കി അസിഡിക് ആരാണ്, ബേസിക് ആരാണ്, ന്യൂട്രൽ ആരാണ് എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ആസിഡിക് ആയിട്ടുള്ള ഒരാളല്ലേ? നോ ചേഞ്ച് ആണ് ക്യൂലാറിലും. അപ്പൊ അത് ആരാന്ന് നമുക്ക് അറിയില്ല. അടുത്തതും കൂടി നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ പി അസിഡിക് ആണെന്ന് കിട്ടി. റെഡ് ലിറ്റ്മസ് ആസിഡില് ചേഞ്ച് ഒന്നുമില്ല. ബേസിൽ എന്തായിട്ട് മാറും? RBB എന്ന് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് ബേസില് ബ്ലൂ ആയിട്ട് മാറും. അപ്പൊ ഇതെന്താ? രണ്ടാമത്തെ ആള് ബേസിക് നേച്ചർ ഉള്ള ഒരാളാണെന്ന് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ആള് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. രണ്ടിലും നോ ചേഞ്ച് കാണിക്കുന്ന ആള് ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് അല്ല, പി എന്ന് പറയുന്നത് അസിഡിക് ആണ്, ക്യൂ എന്ന് പറയുന്നത് ബേസിക് ആണ്, ആർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ.
PQ are acidic while R is neutral. PQ are alkaline while R is neutral. P is acidic, Q is alkaline while R is neutral. PQR are neutral. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു P acidic ആണ്, Q alkaline ആണ്, R എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ഓർത്തിട്ട് വേണം നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആൻ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ആൻ എലമെന്റ് ദാറ്റ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്. നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്, ശരിയാണ്. മോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more ആറ്റം. രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ രൂപപ്പെടുന്നത്. രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അല്ല അല്ലേ? സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. Both statements are correct and statement 2 is the correct explanation of statement 1. അതല്ല അല്ലേ? Both statements are correct but statement 2 is not the correct explanation of statement 1. രണ്ട് പ്രസ്താവനകളും ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ ശരിയായ വിശദീകരണമല്ല. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 is correct but statement 1 is incorrect. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് കേട്ടോ. Both statements are incorrect. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ. അതിൽ ഓപ്ഷൻ ബി ആണ് എന്ത് വരുന്നത്, നമ്മുടെ ആൻസർ വരുന്നത്. യെസ്, സജിത്ത് കറക്റ്റ് ആണ് കേട്ടോ. സജിത്ത് അല്ല, സജിതയാണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലും അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിലെ പല ക്വസ്റ്റ്യൻസും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following substance can be used to test the presence of carbon dioxide in exhaled air? ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിശ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥം ഏതാ? ക്യുക്ക് ലൈം, ലെമൺ ജ്യൂസ്, ലൈം വാട്ടർ, വിനിഗർ. ആരെയാ യൂസ് ചെയ്യാം? ആരെയാണ്? ലൈം വാട്ടർ ആണ് അല്ലേ? നമുക്കറിയാം ലൈം വാട്ടർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? അത് മിൽക്കി ആയിട്ട് മാറും. മക്കളെ, ഇത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തതിൽ ഉള്ള അതിൻ്റെ കളറിലുള്ള ചേഞ്ച് കൊണ്ടാണ് ഇത് ചില ക്വസ്റ്റ്യൻസ് കാണാത്തത്. അപ്പോൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് നോട്ട് കിട്ടുമല്ലോ, ആ നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിസ് ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ ഓക്കെ, അത് ചില ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലാതെ അതിൽ വന്നേക്കാണ് ചില ഇയേഴ്സിലൊക്കെ. മിസ്സിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, യെസ്, ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം. അടുത്ത ക്വസ്റ്റ്യൻ, എ മിക്സർ ഓഫ് മസ്റ്റാർഡ് ഓയിൽ ആൻഡ് വാട്ടർ ഫോം. കടുകെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം ഒരു ഡാഷ് ആണ്. ആൻ അലോയ്, ഹോമോജീനസ് മിക്സ്ചർ, ഹെറ്ററോജീനസ് മിക്സ്ചർ, എ കോമ്പൗണ്ട്. ലോഹസങ്കരം, ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, സംയുക്തം. എന്താണ്? വേഗം പറഞ്ഞേ. നമ്മുടെ മസ്റ്റാർഡ് ഓയിലും വാട്ടറും കൂടി ചേർന്നാൽ എന്തായിട്ടാണ് അത് മാറുന്നത്? നമുക്കറിയാം അത് രണ്ടും എന്താണ്? ഇമ്മിസിബിൾ ആയിട്ടുള്ള ആളുകളാണ് അല്ലേ? അതായത് പരസ്പരം മിക്സ് ആവാത്ത ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അവരെന്ന് പറയുന്നത് ഹെറ്ററോജീനസ് മിക്സ്ചർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതത്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, യെസ്, ഓപ്ഷൻ സി. ബി അല്ല കേട്ടോ, ഹോമോജീനസ് അല്ല, അവര് ഹെറ്ററോജീനസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് കോഎഫിഷ്യന്റ് വുഡ് ബാലൻസ് ദ ഗിവൻ കെമിക്കൽ ഇക്വേഷൻ. അത് ഞാൻ ഇനി ചെയ്യുന്നില്ല, ഇത് ഓൾറെഡി ഞാൻ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടില്ല. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കാം, നമ്മളുടെ അമോണിയയുടെ ഫോർമേഷന്റെ ഇക്വേഷൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ മിക്സ്ചർ ഓഫ് കോമൺ സോൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. ഉപ്പ്, അമോണിയം ക്ലോറൈഡ് എന്നിവയുടെ മിശ്രിതം വേർതിരിക്കുന്ന മാർഗമാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, ഹാൻഡ് പിക്കിംഗ്. കാന്തിക വേർതിരിക്കൽ, ഉത്പതനം, സ്വേദനം, ഹാൻഡ് പിക്കിംഗ്. നമ്മൾ മുന്നേ ഇതിൻ്റെ പല വേർഷൻ ഓഫ് ക്വസ്റ്റ്യൻ കണ്ടു. അമോണിയം ക്ലോറൈഡ് ഒക്കെ നാഫ്തലിൻ, ഡ്രൈ ഐസ്, ക്യാംഫർ, ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? സബ്ലിമേഷൻ ആയിരിക്കും, ഉത്പതനമായിരിക്കും. കാരണം അവരൊക്കെ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആളുകളാണ്. യെസ്, സിത്താര, അശ്വതി കറക്റ്റ് ആണ്, സബ്ലിമേഷൻ. ഓക്കെ, ഇത് കുറേ തവണ ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ച് കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following can be used as an indicator to identify an acid? താഴെ പറയുന്നവയിൽ ഏതിനെയാണ് ഒരു ആസിഡിനെ തിരിച്ചറിയാനുള്ള സൂചകമായി ഉപയോഗിക്കാൻ കഴിയുക? ഫിനോഫ്തലിൻ, റെഡ് ലിറ്റ്മസ് പേപ്പർ, മീഥൈൽ ഓറഞ്ച്,
ടേമറിക്. അപ്പൊ ശ്രദ്ധിക്കാം, ഫിനോഫ്തലീൻ ആസിഡില് നോ കളർ ആണ്, കളർ ചേഞ്ച് ഇല്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡില് കളർ ചേഞ്ച് ഇല്ല. നോ കളർ എന്ന് പറഞ്ഞാൽ നോ കളർ ചേഞ്ച് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇല്ല. മീഥൈൽ ഓറഞ്ച് പക്ഷെ ആസിഡിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ റെഡ് കളർ കാണിക്കും. ടേമറിക് നമ്മൾ ബേസിൽ ചേർത്താൽ റെഡ് കളർ കാണിക്കും, ആസിഡിൽ കളർ ചേഞ്ച് ഇല്ല. സോ ഓപ്ഷൻ സി മീഥൈൽ ഓറഞ്ച് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആസിഡിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ശോഭിത, അശ്വതി കറക്റ്റ് ആണ്. മീഥൈൽ ഓറഞ്ച് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അതിന് വേറെ വേർഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫ്യൂവൽ. ഇന്ധനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഫ്യൂവൽസ് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം സ്വതന്ത്രമാകുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ, ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം വരുന്നു. CNG is less polluting than petrol and diesel. പെട്രോൾ, ഡീസൽ എന്നിവയെ അപേക്ഷിച്ച് CNGയുടെ മലിനീകരണം കുറവാണ്. ആണല്ലോ, നമ്മുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്, നമ്മുടെ ക്ലീനർ ഫ്യൂവൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ ആളുടെ പൊല്യൂഷൻ എന്ന് പറയുന്ന ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, അടുത്തത് CNG is a non-conventional source of energy. CNG ഒരു പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു CNG എന്ന് പറയുന്നത് കൺവെൻഷനൽ ആണ്, നോൺ കൺവെൻഷനൽ അല്ല. സോ അത് റോങ് ആണ്. കോൾ ഈസ് ഫോംഡ് ഫ്രം പ്ലാന്റ് റിമെയിൻസ്. സസ്യാവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി രൂപപ്പെടുന്നത്. അപ്പൊ എന്താണ് ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? 1, 2, 4, 3. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഏതാണ്? എയും ബിയും എ അല്ല അല്ലെ, 1, 2, 4. ഓക്കെ, അപ്പൊ ഡി ആണ് ഓപ്ഷൻ വരുന്നത്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഗ്യാസസ് ഇൻ കോളം എ വിത്ത് ദിയർ ഹാർംഫുൾ എഫക്ട്സ് ഇൻ കോളം ബി. കോളം എയിലെ വാതകങ്ങളെ കോളം ബിയിലെ അവയുടെ ദോഷകരമായ ഫലങ്ങളുമായി ചേരുംപടി ചേർക്കുക. ഇതും ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. കാർബൺ മോണോക്സൈഡ് അത് എന്താ ഉണ്ടാക്കുന്നത്? കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാക്കും. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആസിഡ് റെയിൻ ഉണ്ടാക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കും. അപ്പൊ 1C ആണ്, 2A ആണ്, അങ്ങനെയാണെങ്കിൽ 3B ആണ്. CAB അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ CAB. കാർബൺ മോണോക്സൈഡ് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാക്കും. നൈട്രജന്റെ ഓക്സൈഡുകൾ അമ്ലമഴയ്ക്ക് കാരണമാകും. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് എന്ത് വരുന്നത്? ആൻസർ വരുന്നത് CAB എന്ന് പറയുന്നത്. യെസ്, ശോഭിത കറക്റ്റ് ആണ്, അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is incorrect? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് ഏതാണ്? A salt is formed by the neutralization reaction between an acid and base. ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണത്തിന്റെ ഫലമായാണ് ലവണം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറുമാണ് നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് വരുന്നത്. ഓൾ സോൾട്ട്സ് ആർ ന്യൂട്രൽ സബ്സ്റ്റൻസ്. എല്ലാ ലവണങ്ങളും നിർവീര്യ അല്ലെങ്കിൽ ന്യൂട്രൽ പദാർത്ഥങ്ങളാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? എല്ലാവരും ന്യൂട്രൽ അല്ല. ആസിഡിക്കും ബേസിക്കും ഒക്കെ ആയിട്ടുള്ള നേച്ചർ കാണിക്കുന്ന സോൾട്ടുകളുണ്ട്. നമ്മൾ ഏത് ആസിഡ് എടുക്കുന്നു, ഏത് ബേസ് എടുക്കുന്നു എന്നതനുസരിച്ച് അത് മാറി വരും. ഓക്കെ, സോൾട്ട് മേ ബി ആസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ ഇൻ നേച്ചർ. ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസിക് ഗുണമോ നിർവീര്യമോ ആകാം. അടുത്തതോ, sodium chloride is a salt formed by the neutralization of hydrochloric acid and sodium hydroxide. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള നിർവീകരണ ഫലമായാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ആണല്ലോ, NaOHും അതേപോലെ തന്നെ HClഉം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NaCl + H2O കിട്ടും. അപ്പൊ ഇതും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ 2 അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ 2 കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 2 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 4 എന്താ തെറ്റ്? 4 ശരിയാണല്ലോ. 4 ശരിയാണ്. ഓക്കെ, 2 മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ഓക്കെ
അടുത്ത ക്വസ്റ്റ്യൻ, എ ഫിസിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് വെൻ, ഒരു ഭൗതിക മാറ്റം നടക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസരത്തിലാണ്? വിനിഗർ ഈസ് മിക്സ്ഡ് വിത്ത് ബേക്കിംഗ് സോഡ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് പാസ്ഡ് ത്രൂ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ, ആൻഡ് അയൺ നെയിൽ ഇസ് ഡ്രോപ്ഡ് ഇൻ ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് ഇസ് ആഡഡ് ടു വാട്ടർ. അപ്പോൾ ഏതിലാണ് ഭൗതിക മാറ്റം നടക്കുന്നത്? വിനാഗിരി ബേക്കിംഗ് സോഡയുമായി കലർത്തുമ്പോൾ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ, ഒരു ഇരുമ്പാണി കോപ്പർ സൾഫേറ്റ് ലൈനിലിടുമ്പോൾ, കറിയുപ്പ് ജലത്തിലേക്ക് ചേർക്കുമ്പോൾ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരിക? വേഗം പറഞ്ഞേ ഇതിലേതാണ് ഭൗതിക മാറ്റം? യെസ് അശ്വതി കറക്റ്റ് ആണ്. സോഡിയം ക്ലോറൈഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? ഇത് മാത്രമാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സോളിഡ് നാഫ്തലിൻ ഈസ് ഹീറ്റഡ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ, ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ്. ഖരാവസ്ഥയിലുള്ള നാഫ്തലിൻ ചൂടാക്കുമ്പോൾ ബാഷ്പമായി മാറുന്നു. ഈ പ്രതിഭാസത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, കണ്ടൻസേഷൻ, ലിക്വിഫാക്ഷൻ. ബാഷ്പീകരണം, ഉത്പന്നം, സാന്ദ്രീകരണം, ദ്രവീകരണം. ഇതും ഈ ഒരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കുറേ തവണ ഇങ്ങനെ മാറി 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 കാണുന്നുണ്ടാവും. ഏതാണ് ആൻസർ? ആൻസർ ഡി. നേരത്തെ തന്നെ ആൻസർ ഡി ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓപ്ഷൻ 2 ഉത്പാദനം, സബ്ലിമേഷൻ. ഇത് കുറേ ആയി ഈ ഒരു ആൻസർ നിങ്ങൾ കേൾക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതും നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഇതിന്റെ ആൻസർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ 2 ആണ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ ബാലൻസ്ഡ് ആണോ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? റിയാക്ടന്റിന്റെ സൈഡിലെയും പ്രോഡക്റ്റിന്റെ സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. Certain medicines and chemicals are stored in brown colored bottles to protect them from undergoing dash. ചില മരുന്നുകളും രാസവസ്തുക്കളും തവിട്ട് നിറത്തിലുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത് ഏതു രാസപ്രവർത്തനം തടയുന്നതിനാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽ, തെർമോ കെമിക്കൽ, എക്സോതെർമിക്. പ്രകാശ രാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം, താപരാസപ്രവർത്തനം, താപമോചക രാസപ്രവർത്തനം. എന്തുകൊണ്ടാണ് ചില മരുന്നുകളൊക്കെ നമ്മൾ ഇങ്ങനത്തെ ബ്രൗൺ കളേർഡ് ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നത്? എന്തുകൊണ്ടാണ്? യെസ് സജിത എന്നല്ലേ പേര്? കറക്റ്റ് ആണ് കേട്ടോ. ഫോട്ടോ കെമിക്കൽ അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം. കാരണം ലൈറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എഫക്റ്റ് ഇല്ലാണ്ട് ആയിട്ട് മാറും അല്ലേ? അപ്പം അതുകൊണ്ടാണ് വേറെ വേറെ ആളുകളൊക്കെ ആയിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ലൈറ്റ് ഒന്നും അബ്സോർബ് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്രൗൺ കളേർഡ് ബോട്ടിൽസിലൊക്കെ നമ്മൾ ആക്കി വെക്കുന്നത്. യെസ് ശോഭിത അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് എനർജി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏതാണ് താപോർജ്ജത്തിന്റെ കുജാലകം? അതായത് തീരെ ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യാത്ത ആരാന്നാണ് ചോദിക്കുന്നത്. പുവർ കണ്ടക്ടർ. അലുമിനിയം, കോപ്പർ, അയൺ, സൾഫർ. വേഗം പറഞ്ഞേ. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം പറഞ്ഞേ. ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. വേഗം പറഞ്ഞു ആൻസർ. യെസ് ഓപ്ഷൻ 4 സൾഫർ അല്ലേ? ബാക്കി എല്ലാവരും മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റൽസ് നന്നായിട്ട് എന്ത് ചെയ്യും? ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 സൾഫർ ഒരു നോൺ മെറ്റൽ ആണ് അല്ലെങ്കിൽ അലോഹമാണ്. അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അടുത്തത്, ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ്. ഓട് അല്ലെങ്കിൽ ബ്രോൺസ് എന്ന ലോഹ സങ്കരണത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോപ്പർ സിങ്ക്, കോപ്പർ സിൽവർ, കോപ്പർ ടിന്ന്, കോപ്പർ ഗോൾഡ്. കോപ്പർ സിങ്ക്, കോപ്പർ സിൽവർ, കോപ്പർ ടിന്ന്, കോപ്പർ ഗോൾഡ്. വേഗം പറഞ്ഞേ. ബ്രോൺസ് ആരൊക്കെ വെച്ചിട്ടാണ് ബ്രോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്? വേഗം പറഞ്ഞേ. ഇതെല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് പഠിക്കാൻ മിസ് ഒരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വേഗം ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. യെസ് അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ ആരും ഇതുവരെ തെറ്റിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും തെറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ക്യൂട്ടി ബ്രോൺസ്, ക്യൂട്ടി ആയിട്ടുള്ള ബ്രോൺസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കോപ്പറും ടിന്നുമാണ് ബ്രോൺസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ക്യൂട്ടി ബ്രോൺസ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഓപ്ഷൻ 3 കോപ്പർ ആൻഡ് ടിൻ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ആരും തെറ്റിച്ചിട്ടില്ല. എല്ലാവരും കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞു കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ബേൺ കോൾ ഇൻ എ ക്ലോസ്ഡ് റൂം ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡാഷ്. അടച്ചിട്ട മുറിയിൽ കൽക്കരി കത്തിക്കുന്നത് അപകടകരമാണെന്ന് പറയാൻ കാരണം ഡാഷ് ഉണ്ടാകുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, ഹൈഡ്രജൻ ആണോ, വാട്ടർ ആണോ? അടച്ചിട്ട മുറിയിൽ നമ്മൾ കൽക്കരിയൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരോ ഇൻകംപ്ലീറ്റ് കമ്പൽഷൻ ഒക്കെ നടന്ന് ഓക്സിജൻ ഒന്നും സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടാതെ അവിടെ ഇൻകംപ്ലീറ്റ് കമ്പൽഷൻ നടന്ന് ആരോ ഒരാൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആരാണത്? ആ ആൾ പ്രശ്നമാണ് നമുക്ക്. അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. യെസ്, ഓപ്ഷൻ 2 കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ? ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ അത് ഓവറായിട്ടൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കും. ഓക്കെ, ചാൻസസ് ഉണ്ട്. CO2 അല്ല കേട്ടോ, CO. ഓക്കെ, യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? മെറ്റൽസ് ആർ ലസ്ട്രസ്, അത് ശരിയാണ്. ജനറലി മെറ്റൽസ് ആർ മാലിയബിൾ, ശരിയാണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി അസിഡിക്, അത് ശരിയാണോ? മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. MB എന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ നെറ്റിന്റെ MB ഒക്കെ ഇല്ലേ, അത് ഓർത്ത് വെക്കുക. മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. നോൺ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് ആണ് അസിഡിക് നേച്ചർ ഉള്ളത്. സോ ഓപ്ഷൻ 3 തെറ്റാണ്. സം മെറ്റൽസ് റിയാക്ട് വിത്ത് ബേസസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ഇപ്പോൾ അതേ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സോഡിയം അങ്ങനെയൊക്കെയുള്ള മെറ്റൽസ്, അല്ലെങ്കിൽ സിങ്ക്, അങ്ങനെയൊക്കെയുള്ള മെറ്റൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സിങ്ക് എടുത്തു എന്ന് വിചാരിച്ചു. ഈ സിങ്ക് ഒക്കെ നമ്മൾ NaOH എന്ന് പറയുന്ന ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Na2ZnO2 എന്ന് പറയുന്ന സോഡിയം സിങ്കേറ്റും പ്ലസ് അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാക്കും. സോ ആ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ലോഹങ്ങൾ ദ്യുതിയുള്ളവയാണ്, ശരിയാണ്. പൊതുവെ ലോഹങ്ങളെ അടിച്ചു വരുത്താൻ കഴിയും, ശരിയാണ്. ലോഹ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമല്ല, ബേസിക് സ്വഭാവമാണ്, അത് തെറ്റാണ്. ചില ലോഹങ്ങൾ ബേസുകളുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും, അതും ശരിയാണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ 3. അതാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 3. യെസ് സിതാര, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ആകെ 2-3 ക്വസ്റ്റ്യൻ കൂടിയുള്ളേ. ഐഡന്റിഫൈ ദ എക്സോതെർമിക് ചേഞ്ച് ഫ്രം ദ ഫോളോയിങ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ താപമോചക പ്രവർത്തനം ഏതാ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് ബേസ്, ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണം. ഡികമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓൺ ഹീറ്റിംഗ്, ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നത്. മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് ഉരുകുന്നത്. തേർമൽ ഡികമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റിന്റെ താപീയ വിഘടനം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സോൾട്ട് വാട്ടറും, പിന്നെ നമുക്കറിയാം റിയാക്ഷൻസിൽ ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ എക്സോതെർമിക് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 1. ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? എൻഡോതെർമിക് അല്ല എക്സോ, ബാക്കിയെല്ലാം എൻഡോതെർമിക് ആണ്. 2, 3 അല്ല, 1 ആണ് ആൻസർ കേട്ടോ. ഡീകമ്പോസിഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ എനർജി ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിയേ. Separating funnel is an apparatus which can be used for the separation of dash. Separating funnel എന്ന ഉപകരണം ഉപയോഗിച്ച് ഡാഷ് വേർതിരിക്കാൻ കഴിയും. Miscible liquid with a large difference in their boiling point, miscible liquids with very small difference in their boiling point, common salt from sea water, immiscible liquids. എന്തിനാണ് വേർതിരിക്കാൻ കഴിയുന്നത്? നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച്. തിളനിലകൾ വലിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവകങ്ങൾ, തിളനിലകളിൽ ചെറിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവകങ്ങൾ, കടൽ ജലത്തിലുള്ള കറിയുപ്പ്, പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ. വേഗം പറഞ്ഞേ, സിമ്പിൾ ആണേ. ഏതാണ് ആൻസർ വരിക? വേഗം പറഞ്ഞേ. കിട്ടിയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 ആണോ? സെപ്പറേറ്റിംഗ് ഫണൽ നമ്മൾ ആരെ സെപ്പറേറ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്നത്? തെറ്റാണേ.
സെപ്പറേറ്റിംഗ് ഫണൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? സെപ്പറേറ്റിംഗ് ഫണൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരസ്പരം കലരുന്ന ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യില്ല. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ ആൻസർ പറയുന്നതിൽ ചിലർ മാത്രമേ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളൂ, കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട്. നമ്മൾ മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ അല്ല, ഇമ്മിസിബിൾ ലിക്വിഡ്സ് അതായത് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഓയിലും വാട്ടറും ഒക്കെ കൂടിയിട്ടുള്ള മിക്സറൊക്കെ ഇല്ലേ, അപ്പോൾ അവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ കുറേ പേര് ഇവിടെ തെറ്റിച്ചിട്ടുണ്ട്, ഇനി അത് മാറിപ്പോവരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which among the following symbols is not derived from the Latin name of the element? ചുവടെ ചേർത്തിട്ടുള്ള മൂലകങ്ങളിൽ ലാറ്റിൻ നാമത്തിൽ നിന്ന് പ്രതീകം സ്വീകരിച്ചിട്ടില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Na, K, Ca, Cu. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം ഒന്ന് പറഞ്ഞേ. വേഗം പറഞ്ഞേ. യെസ്, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 Ca. നേട്രിയം, കാലിയം, കുപ്രം എന്നൊക്കെയുള്ള പേരിൽ നിന്നാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സിമ്പിൾ വന്നത് ലാറ്റിൻ നെയിമിൽ നിന്നാണ്. പക്ഷെ നമ്മളുടെ കാൽഷ്യത്തിന് മാത്രം ലാറ്റിൻ നെയിമിൽ നിന്നല്ല വന്നിട്ടുള്ളത്. സോ Ca ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ആൻസർ. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The incorrect statement among the following is, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? Electrical energy is consumed during electroplating. Electroplating is an electrochemical reaction. Electroplating is an endoergic reaction. Electrical energy is released during electroplating. അപ്പോൾ ശരിയല്ലാത്ത അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നു. വൈദ്യുത ലേപനം ഒരു വൈദ്യുത രാസ പ്രവർത്തനമാണ്. വൈദ്യുത ലേപനം ഒരു ഊർജാകിരണ പ്രവർത്തനമാണ്. വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം മോചിപ്പിക്കപ്പെടുന്നു. ഏതാണ് നമ്മുടെ ആൻസർ വരിക? വേഗം പറഞ്ഞേ. കഴിഞ്ഞു 9:03 എന്നൊക്കെ പറഞ്ഞ് മിസ്സിനെ ആരൊക്കെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞു, ലാസ്റ്റ് ക്വസ്റ്റ്യനാ, തീർന്നു. തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി ഇസ് റിലീസ് ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിക്കൽ എനർജി റിലീസ് ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? യെസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ അമലു മിസ്സും ഒരു 4 ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടും ഏകദേശം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക, നന്നായിട്ട് പോയി എക്സാം ചെയ്താൽ എല്ലാവർക്കും NMMS ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ മിസ് ഒരു ചെറിയ കാര്യം പറയട്ടെ. ഞാൻ ഇടയിൽ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്, എന്നാൽ പോലും ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ഇതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തിടണം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ തരാം? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നമ്മളുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? മെറ്റൽ യൂസ് ടു മേക്ക് ഫിലമെൻറ്റ് ഇൻ ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയിടുക കേട്ടോ. അപ്പം മിസ്സ് 1 hour കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മിസ്സ് വേഗം പറഞ്ഞു പോയത്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്, അപ്പോൾ നമുക്ക് റിവിഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ടപ്പേ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ആൻസർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ അമലു മിസ്സ് ഹോംവർക്ക് തന്നിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ എഴുതിയിടുക. അതേപോലെ ഇടയിൽ ഞാൻ കുറച്ച് ബാലൻസിങ് ഒക്കെ തന്നിട്ടില്ലേ, അപ്പോൾ അതൊക്കെ വീട്ടിലിരുന്ന് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറേ
കുറേ ഷോർട്ട് വീഡിയോസ് ഒക്കെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും ഇട്ടിട്ടുണ്ട്. അതൊക്കെ മാക്സിമം കാണാം. അതേപോലെ തന്നെ മാറ്റൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം മാറ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പം നാളെയും കൂടി നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങളുടെ എക്സാം ആയി. അപ്പം നാളത്തെ ലൈവിലും കറക്റ്റായിട്ട് വന്ന് എല്ലാവരും അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് ക്ലാസ് ഒക്കെ കേൾക്കുക, നല്ല രീതിക്ക് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.